ത്തിനെ പരിചയപ്പെട്ടത് ഒരു സന്തോഷമായി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ബാംഗ്ലൂരിൽ നമ്മുടെ ചർച്ചിൽ തന്നെയുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. ഞങ്ങൾ സാധാരണഗതിയിൽ ഒരാളിനെ ഒരു കൊച്ചു മീറ്റിങ്ങിന് വിളിച്ച് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എങ്ങനെയുണ്ട് എന്ന് കാണാതെ ഒരു പൊതുയോഗത്തിൽ സാധാരണ സമ്മതിക്കാറില്ല. കാര്യം ഒരു പൊതുയോഗത്തിൽ നൂറുകളിൽ ആളുകൾ കൂടുന്നിടത്ത് വേണ്ടതുപോലെ പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അത്രയും പേരുടെ സമയത്തിന് ഞാൻ ദൈവത്തോട് കണക്ക് പറയണം. അതുകൊണ്ട് തെളിയിക്കപ്പെട്ട ഒരാളിനെ മാത്രമേ സാധാരണ പൊതു മീറ്റിങ്ങിന് വിളിക്കാറുള്ളൂ. ഈ കർത്താവിൻ്റെ ദാസൻ അങ്ങനെ അല്ലായിരുന്നു, ഡയറക്റ്റ്ലി പൊതു മീറ്റിങ്ങിന് വിളിക്കുകയായിരുന്നു. കാര്യം ഞങ്ങളുടെ തന്നെ ചർച്ചിലുള്ള ഒരു സഹോദരൻ എനിക്ക് നേരിട്ട് അറിയാം, വിളിച്ചോ വിജയമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു. കൃപയാൽ ഞങ്ങൾക്ക് വിജയമായിരുന്നു. കർത്താവിൻ്റെ ദാസൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ വളരെ സന്തോഷമെന്ന് പറഞ്ഞ് ഞാൻ വരികയും ചെയ്തു. കാര്യം എന്തെങ്കിലും ഒരു കൈമാറ്റത്തിൻ്റെ പകർച്ചയ്ക്ക് അന്യോന്യം കാണും. എനിക്ക് 60 വയസ്സ് തികഞ്ഞ സമയത്ത്, ഇപ്പം 77 വയസ്സിലാണ് നടക്കുന്നത്. 12ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്, സ്നാനപ്പെടുന്നത്. പല പടികളിലൂടെ കർത്താവ് നടത്തി. 60 വയസ്സ് പ്രായമായ സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി ഇന്നത്തേതിനേക്കാൾ വഷളായിരുന്നു. ഓർമ്മ ഒരുപാട് കുറഞ്ഞു. കാര്യം എൻ്റെ ആയുസ്സിൽ നന്നായി ഞാൻ അധ്വാനിച്ചു. വിശ്രമം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, ലക്ഷറി ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. എങ്ങും ഒരു പൈസ കളഞ്ഞിട്ടില്ല. ഒരു പൈസയല്ല, ഒരു ഔൺസ് വെള്ളം വെറുതെ കളഞ്ഞിട്ടില്ല. വെള്ളം ഉപയോഗിക്കുന്നത് വരെ അതിൻ്റെ ഏറ്റവും മിനിമം പരിധിയിൽ ഉപയോഗിക്കത്തുള്ളൂ. കാര്യം ഞാൻ മുഖേന ലോകത്തിനൊരു നഷ്ടമുണ്ടാകരുത്, ദൈവസഭയ്ക്കൊരു നഷ്ടമുണ്ടാകരുത്. എന്നെ അത് പഠിപ്പിച്ച ഒരു പ്രധാന സംഭവമുണ്ട്. ഞാൻ ആ വിവരം വിശദീകരിക്കില്ല, എങ്കിലും ലീഡർഷിപ്പ് ആയതുകൊണ്ട് അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം. 1975 ഒരു അമേരിക്കൻ കോഴ്സിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് എന്നെ അമേരിക്കയിൽ അയച്ചു. അവിടെ വെച്ച് കോഴ്സ് നടന്നു, പരീക്ഷയിട്ടു. ആ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തവർക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ വകയായി ഒരു സമ്മാനം തന്നു. എൻ്റെ കൂടെ ഒരു 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 7 പേർക്കും സമ്മാനങ്ങൾ ലഭിച്ചു. 7 പേർക്കും കിട്ടി. ചിലർക്കൊരു പുസ്തകമായിരിക്കും, എനിക്കൊരു കെട്ട് പുസ്തകങ്ങളും അതിൻ്റെ കൂടെ മെഡലും പല കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഡീബ്രീഫിംഗ്, അവിടെ എന്ത് നടന്നുവെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യണം. അങ്ങനെ എന്ത് സംഭവിച്ചുവെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി തിരിച്ചു ചെന്ന സമയത്ത് അവിടുന്ന് ഒരു സീനിയർ ഓഫീസർ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടി അവിടുന്ന്? അപ്പം ഞങ്ങൾ പറഞ്ഞു, കുറച്ച് സമ്മാനങ്ങളുണ്ട്, അതെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായ പേര് എഴുതിയതാണ്. ഒരു പുസ്തകമാണെങ്കിൽ അതിൽ ഇന്നയാളിന് കൊടുക്കാൻ എന്നതിൽ എഴുതിയാണ് തന്നിരിക്കുന്നത്. അതെങ്ങനെ ഞങ്ങളുടെ പേർക്ക് വ്യക്തിപരമായി തന്നതാണ്. അയാളെ മിലിറ്ററിയുടെ ഭാഷയിലൊരു ചോദ്യം ചോദിച്ചു, നിൻ്റെ അപ്പൂപ്പനുമായിട്ടുള്ള ബന്ധത്തിലാണോടാ സമ്മാനം തന്നത്, അതോ നിൻ്റെ അമ്മച്ചനുമായിട്ടുള്ള ബന്ധത്തിലാണോ സമ്മാനം തന്നത്? ഇന്ത്യൻ ഗവൺമെൻറ്റുമായുള്ള ബന്ധത്തിലാണ് നിന്നെ അവർ പരിചയപ്പെട്ടത്. നേരെ പോയി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുപോവാ. നിൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി അല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രതിനിധികളായി തന്നതാണ്. ഇവിടുത്തെ ലൈബ്രറിയിൽ ആ പുസ്തകങ്ങളിരിക്കും, ഇവിടുത്തെ ലൈബ്രറിയിൽ ആ മെഡലുകളിരിക്കും, ഈ ട്രോഫികൾ ഇവിടുത്തെ ലൈബ്രറിയിലിരിക്കും, പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ 7 പേരും അന്നേരത്തെ ഇറങ്ങി കിട്ടിയത് മുഴുവൻ എടുത്തു. കാര്യം അവരൊരു ലെറ്ററും കൂടെ എഴുതിയിട്ടുണ്ട്, ഇത്രയും സാധനം കൊടുത്തിട്ടുണ്ടെന്ന്. ഗിഫ്റ്റുകൾ മുഴുവനും പെറുക്കിക്കൊണ്ട് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ക്രിസ്ത്യൻ ഇന്നത്തേതിനേക്കാൾ എൻ്റെ ഓർമ്മ കുറഞ്ഞു, ഇന്നത്തേതിനേക്കാൾ എൻ്റെ ശരീരബലം കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യാത്രയെ നിർത്താം എന്നോ. അതിന് മുമ്പേ കൊണ്ട് ഞാൻ കേരളം ഓൾമോസ്റ്റ് യാത്ര ചെയ്തിട്ടുണ്ട്. 60 വയസ്സിന് മുമ്പുള്ള ഒരു 30 വർഷം തീർത്തും ഞാൻ യാത്രയിലാണ്. ഒരാഴ്ചയിൽ 5 ദിവസം യാത്ര ചെയ്യും. ഒരു വർഷത്തിൽ 3 മാസമെങ്കിലും വിദേശത്തായിരിക്കും, ഇന്ത്യക്കകത്തായിരിക്കും. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. 10,000-ങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ സ്നാനത്തിന് വേണ്ടി വന്നു. അങ്ങനെ ഒരു മൂവ് ദൈവം സാധിച്ചതുകൊണ്ട് തൃപ്തിപ്പെട്ട് പിന്മാറാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇനി മുന്നോട്ടില്ല, എനിക്ക് വയ്യ, ഞാൻ ഡ്രൈവിംഗ് നിർത്തി. ഇല്ല, നിർത്തി. അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്നെപ്പോലെ പരിചയസമ്പന്നനായ ഒരാളിനെ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടുപോകാൻ
ഞാൻ ഇങ്ങനെ തന്നെ ഒരാളിനെ ഇയർ മാർക്ക് ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ 60 കൊല്ലം പഠിപ്പിക്കണം, അതിന് സമയമെടുക്കും. അതുകൊണ്ട് വിഡ്രോ ചെയ്യാൻ വരട്ടെ, ഇതിൻ്റെ അനുഭവ സാക്ഷ്യം മറ്റുള്ളവരോട് പറയണം. ഞാൻ നിനക്ക് ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട്, അത് പറയും. അന്ന് മുതൽ ഞാനത് പറയും. എനിക്ക് 70 വയസ്സായതോടെ ക്യാൻസറായി. ക്യാൻസറിൻ്റെ ഒരു സർജറിയിൽ എക്സ്റ്റേണലി വെളിയിൽ എൻ്റെ ശരീരത്തിൽ 200 കുത്തിക്കെട്ട്, എൻ്റെ വയറിലും നെഞ്ചിലും പുറത്തുമായി 200 കുത്തിക്കെട്ട്, എൻ്റെ അകത്ത് ലങ്സിനോട് ചേർന്ന സ്ഥലങ്ങൾ വരെ അടുത്ത 200 കുത്തിക്കെട്ടുണ്ട്. അങ്ങനെ 400 കുത്തിക്കെട്ട് ഈ ശരീരത്തിൽ. അപ്പോൾ ഇതിൻ്റെ വേദനയും പ്രയാസവും ക്ഷീണവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യണ്ട എന്ന് ഒരുപാട് പേര് പറഞ്ഞെങ്കിലും ഒരാത്മപ്രേരണയിൽ ഇന്നും പോകുവാൻ കർത്താവ് കൃപ തരുന്നു. അങ്ങനെ ഞാൻ ഇവിടെയുണ്ട്. പക്ഷേ എല്ലാവരും സാധാരണ പാടുന്ന ഒരു പാട്ട് ഇവിടെ വന്ന് ട്യൂൺ മാറ്റി പാടിയിട്ടോ, എല്ലാവരും സാധാരണ പറയുന്നൊരു ദൂത് ഇവിടെ വന്ന് നിറം മാറ്റി പറഞ്ഞിട്ടോ ഒന്നും ഒരർത്ഥവുമില്ല. എന്തെങ്കിലും പുതുമകൾ ജനത്തിന് കൊടുക്കാൻ വേണം, അത് ദൈവസന്നിധിയിൽ പ്രയോജനമായിരിക്കണം എന്നൊരാശ എനിക്കുണ്ട്. അങ്ങനെ നടത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 സെക്ഷനുകൾ അതിൻ്റെ ഭാഗമായിരുന്നു ആത്മയുദ്ധം. എനിക്ക് ആത്മയുദ്ധത്തെക്കുറിച്ച് പഠിക്കുവാൻ ദൈവം ഒരല്പം ശാസ്ത്രീയ പരിജ്ഞാനം തന്നത് മുഴുവനായി ഉപയോഗിക്കാൻ കൃപയാൽ കർത്താവ്. ആ ശാസ്ത്രീയ പരിജ്ഞാനത്തിൽ മുന്നോട്ട് വരികയും വേദപുസ്തകവും ശാസ്ത്രവും ചരിത്രവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്തു. ഇതിൻ്റെ ആകത്തുകയായിരിക്കും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ 4ാമത്തെ സെക്ഷൻ. ലീഡേഴ്സിന് വേണ്ടിയാണ് ഈ സെക്ഷനുകൾ എടുക്കുന്നത്, അതുകൊണ്ട് ഇതിനെ ലീഡർഷിപ്പ് സെക്ഷൻ എന്ന് എടുക്കട്ടെ. താങ്ക് യു ഫോർ എഡിറ്റിംഗ്. ഇവിടെ ഒരു കുറേ മാർക്കുകൾ നിങ്ങൾക്ക് ഡീമോണിക് മാർക്ക് കാണാൻ വയ്യാത്തവർ ദയവായി കാണത്തക്കവണ്ണം ഒന്ന് മാറിയിരുന്നോണം. ലൈറ്റിൻ്റെ ഒക്കെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ക്ലിയറായി കിട്ടിയാൽ നല്ലത്. ലൈറ്റിൻ്റെ ഒക്കെ പൊസിഷൻ ഓഫ് ചെയ്യേണ്ടത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യേണ്ടത് ഓൺ ചെയ്യാനും. ഇത് എവിടെ നിന്ന് എടുത്തതാണെന്നൊക്കെ ഞാൻ പറയാം. ഗാലക്സി മാപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇൻ്റർനെറ്റിൽ കിട്ടും ഗാലക്സി മാപ്പ്. നിമ്രോദ് മാറിയിരിക്കേണ്ടവർ മാറിയിരുന്നു. ഇത് കണ്ടില്ലേ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഇതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. നിമ്രോദ് വലിയൊരു ഗോപുരമാണ്. 12 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഗോപുരം പണിതു. ആ ഗോപുരത്തിൻ്റെ മുകളിൽ വെൽക്കുവാൻ തീരുമാനിച്ച മാർക്കുകളാണിത്, ചിഹ്നങ്ങളാണിത്. ഇതിൽ 11 എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. 12 ആകെ ഉള്ളത്. ഒന്നെൻ്റെ കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയ 11 ഞാൻ എടുത്തു. ഇത് നിമ്രോദിൻ്റെ കാലത്ത് വന്നതാണെന്നും നിമ്രോദ് കൊണ്ടുവന്നതാണെന്നും നിമ്രോദ് ഇത് മുഖേന പൈശാചിക ശക്തികളെ ഭൂമിയിലേക്ക് ആകർഷിച്ച് ഭൂമി അവർക്ക് കൈമാറാൻ ശ്രമിച്ചുവെന്നുമാണ് വിശ്വാസം. ബൈബിളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നിമ്രോദിൻ്റെ പണി കാണാൻ യഹോവയായ ദൈവം സ്വർഗ്ഗത്തിൽ ഇറങ്ങി. നിസ്സാരമല്ല സ്വർഗ്ഗത്തിൽ നിന്ന്. അന്നത്തെ 11 മാർക്കില്ല. ഇനി ഞാൻ ഇതിനോട് ചേർന്ന് വേറൊരു സംഭവം പറയാം. ഒരു പക്ഷേ അന്നത്തെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാരെങ്കിലും ഞാൻ പറയാൻ പോകുന്ന വ്യക്തികൾ തന്നെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വരാം. ഇതിനകത്ത് ഇൻ്റർനെറ്റിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വരാം. ഒരിക്കൽ രാജസ്ഥാനിലെ ഒരു സ്ഥലത്ത് ഞാനൊരു കൺവെൻഷന് വേണ്ടി പോയി. ഡൽഹിയിൽ എനിക്കൊരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. 500 ലീഡേഴ്സ് അവിടെ പങ്കെടുത്തു. അവിടുന്ന് ഞാൻ രാജസ്ഥാന് പോകുന്നത്. ഡൽഹിയിലെ ലീഡേഴ്സ് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ഈ പിക്ചർ കൊണ്ടുപോയിരുന്നു. രാജസ്ഥാനിൽ ചെന്നപ്പം ദൈവാത്മാവിനോട് പറഞ്ഞ് ഇത് അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് അവിടുത്തെ ABCD തിരിച്ചറിയാത്ത ആളിൻ്റെ നടുക്ക് ഇതുകൊണ്ട് കാണിച്ചിട്ട് ഇവിടെ കോട്ടയത്ത് പിടി കിട്ടുന്നില്ല, ഇത് എന്നാണെന്ന് ഞാൻ വിശദീകരിച്ച് വരും. അന്നേരം മനസ്സിലാവും ഇത് രാജസ്ഥാനിൽ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്നെ സാധിക്കാനാണ്? ഒന്നും സാധിക്കാനില്ല. എന്നെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞാനിത് പ്രൊജക്റ്റ് ചെയ്തു. അന്നത്തെ പിക്ചറിൽ ഇത് 1ാമത്തെ പടമല്ലായിരുന്നു. ഒരു 10-50 പടം കഴിഞ്ഞിട്ടാണ് ഞാനിത് കാണിച്ചത്. ഇത് കാണിക്കുകയും അതിനിടയ്ക്കിരുന്ന ഒരു മെഡിക്കൽ ഡോക്ടർ, ഞാൻ അത്രയും ഡീറ്റെയിലേ പറയുന്നുള്ളൂ, എനിക്ക് പേരും ഡീറ്റെയിൽ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഒരു മെഡിക്കൽ ഡോക്ടർ അലറിക്കൊണ്ട് എഴുന്നേറ്റ് ചോടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പുറകെ മറ്റാളുകൾ ഓടി ചെന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററങ്ങളെ, ഒരുപാട് ഇനം വീഡിയോ ഗെയിമുകൾ ഈ കാലത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒരുപാട് ഇനം വീഡിയോ ഗെയിമുകൾ ഈ കാലത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഗെയിമിൽ പ്രസിദ്ധമായ ഒന്നാണ് ലൂസിഫർ. ആ ഗെയിമിൻ്റെ നേതാവ് ലൂസിഫറാണ്. ലൂസിഫറിനെ യുദ്ധം ചെയ്ത് ജയിപ്പിക്കുക എന്നതാണ് ഗെയിമിൻ്റെ ഉദ്ദേശം. അദ്ദേഹത്തോട് എതിർക്കുവാൻ വേണ്ടി അന്യശക്തികൾ വരും. അപ്പോൾ അവരിൽ ലൂസിഫറിൻ്റെ ആളുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പടമായത്.
ഞാൻ ആ ഗെയിം കളിക്കുന്നതിൽ ചാമ്പ്യനാണ്, ഇന്ത്യയുടെ ചാമ്പ്യനാണ് ഞാൻ ആ ഗെയിം കളിക്കുന്നത്. എൻ്റെ പൊന്നു മോനെ, ആ ഗെയിമിൻ്റെ പേരെന്നാടാ പറയത്തില്ല. രഹസ്യങ്ങൾ പുറത്തുവിടത്തില്ല എന്ന് സ്വന്തം രക്തം കൊണ്ട് എഴുതി ഒപ്പിട്ട ശേഷം മാത്രമേ ഈ ഗെയിമിൽ കയറാൻ അനുവാദമുള്ളൂ. അത്രയും സ്ട്രിക്റ്റാണിത്. ഇതിൻ്റെ യാതൊരു രഹസ്യങ്ങളും വെളിവിടാനൊക്കത്തില്ല. പങ്കളിൻ്റെ ഒരു പടം മിസ്സിംഗ് ആണ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ തരത്തില്ല. അവനിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോകുവാൻ, അവനെ ഒരു ദുരാത്മാവ് ബാധിച്ചിരുന്നു, അതുകൊണ്ടാണ് അവൻ ഇറങ്ങി ഓടേണ്ടതായി വന്നത്. അവനിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോകുവാൻ 2 വർഷം എടുത്തു. അവൻ്റെ മാതാപിതാക്കൾ അവനെ രാജസ്ഥാനിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു, ബാംഗ്ലൂരിൽ വിട്ടു. ബാംഗ്ലൂരിൽ നമ്മുടെ ചർച്ചിൻ്റെ അടുക്കൽ ഒരു വീടെടുത്ത് അവൻ അത്രയും ചെലവ് ചെയ്ത് 2 വർഷം അവിടെ പാർത്ത് സഭാരാധനകളിൽ അറ്റൻഡ് ചെയ്ത്, എല്ലാ മീറ്റിങ്ങുകളിലും അറ്റൻഡ് ചെയ്ത്, എൻ്റെ ദൈവമേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിനെ തുടർന്നാണ് ആ അശുദ്ധ ശക്തികൾ വിട്ടുപോയത്. ഇതിനകത്ത് ആദ്യം കാണും, ചുരുക്കം ചിലത് മാത്രം ഞാൻ പറയാം. ഇതിനകത്ത് ആദ്യം കാണുന്ന പദം താഴത്തുണ്ട്, ഈ കാണുന്ന പടം. ഇത് നിങ്ങൾക്കറിയാം, സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും താഴെ ഈ കാണുന്ന പടം സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നൊരു പടമാണ്. തൊപ്പി ഉപയോഗിക്കുന്നവരുടെ തൊപ്പിയെ കാണും, ഈ വേണ്ടാത്ത ഷർട്ട് ഇടുന്നവരുടെ ഷർട്ടേ കാണും, ഷൂസ് ഇട്ടുകൊണ്ട് നടക്കുന്ന വേണ്ടാത്ത ഷൂസ് ഇടുന്ന പിള്ളേരുടെ ഷൂസേ കാണും. ഈ പടം എല്ലായിടത്തും കാണും. ചിലരുടെ ബെൽറ്റിൽ ഇത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇടതുവശത്ത് കാണുന്ന ഈ പടം, ഇത് സകലവിധ മോതിരത്തിൽ പതിക്കുന്ന, കാതിപ്പൂവിൽ പതിക്കുന്ന, ലോക്കറ്റിൽ പതിക്കുന്ന സകലവിധ കല്ലുകളും ഒരുമിച്ച് ചേർത്തിരിക്കുന്നതാണ്. ഇത് മുഴുവനും പൈശാചിക മാർക്കിങ്ങാണ്. എന്നോട് പിണങ്ങല്ലേ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ കർത്താവ് ഇടയാക്കട്ടെ. അത് മുഴുവനും കൂടെ ചേരുന്നതാണിത്. ഈ മൂന്നാമതായി കാണുന്നത് ഡയമണ്ട് കട്ടിങ്സാണ്. ഭൂമിയിലുള്ള ഡയമണ്ട് കട്ടിങ്സ് ഇതിനകത്ത് ഉൾപ്പെടാത്തതൊന്നുമില്ല, അത് മുഴുവൻ ഡയമണ്ട് കട്ടിങ്സാണ്. അതുമുതൽ അങ്ങോട്ടുള്ള ഇത്ര എണ്ണം മനുഷ്യ ശരീരത്തിൽ പിശാച് മാർക്കിടുന്നതാണ്. ഇവൾ എൻ്റെയാണ്, ഇവൻ എൻ്റെയാണ് എന്ന് പിശാച് മാർക്കിടുന്ന മാർക്കിങ്ങാണ് ഈ കാണുന്നത്. ഇതിനപ്പുറത്തോട്ടുള്ളത് ആരാധനാലയങ്ങളുടെ മുകളിലും അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇത് എൻ്റേതാണെന്ന് കാണിക്കുവാൻ സ്ഥാപിച്ചു വെക്കുന്നതാണ്. 11 എൻ്റെ കയ്യിലുണ്ട്, 12ാമത്തേത് എൻ്റെ കയ്യിലില്ല. ഞാൻ വിശദീകരണത്തിലോട്ട് ഇറങ്ങാൻ പോവാം. ഞാൻ പറഞ്ഞില്ല, എന്നോട് ദയവായിട്ട് ആരും വിരോധിക്കരുത്. കാര്യം എങ്ങനെ ഈ ഭാരതത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഭാരതീയ സഭ എന്തും വീണ്ടും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു. എത്ര തരത്തിലുള്ള ഉപദേശങ്ങൾ വരുന്നു, എന്തെല്ലാം ചിന്താഗതികൾ ഉയരുന്നു. എന്താ ഇത് വളരാത്ത? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഇവിടെ 3.5% ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഇവിടെ 3.5% ക്രിസ്ത്യാനികൾ. അന്ന് മുതൽ 75 വർഷം കഴിഞ്ഞു. ഈ 75 വർഷം കൊണ്ട് എത്ര 1000 കോടി രൂപ നമ്മൾ പള്ളിക്ക് വേണ്ടി മുടക്കി? എത്ര 1000 കോടി രൂപ പള്ളികൾ പണിയാൻ എടുത്തു? എത്ര ബൈബിൾ സ്കൂളുകൾ രാജ്യം മുഴുവൻ ഉടലെടുത്തു? എത്ര പാസ്റ്റർമാർ കൂണ് മുളയ്ക്കുന്നത് പോലെ എല്ലായിടത്തും മുളച്ചു? ചാകാൻ തയ്യാറുള്ള എത്രയോ ശുശ്രൂഷകന്മാർ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. പക്ഷേ ഈ 75 വർഷം കൊണ്ട് 3.5% സഭ 2.25%. അതാണ് നേട്ടം. എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഏതോ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി. ഒന്ന് മടങ്ങി വരുവാൻ നാം തയ്യാറാകുമോ? ഒന്ന് മടങ്ങി വരുവാൻ. ആൾക്കൂട്ടം അല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വേണ്ടി വേർതിരിയുന്നവരാണ്. മറ്റേത് ആൾക്കൂട്ടം വേറെ. ഇനി ഞാൻ വിശദീകരണത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. പെന്തക്കോസ്തിനെ കുറിച്ച് ഇന്ന് പകലെടുത്തപ്പം ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തിൽ അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമാകുകയും, ഞാൻ ഒരു ട്രിപ്പ് പോയച്ച് വീണ്ടും ആവർത്തിക്കും, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയും ആത്മാവ് അവരുടെ മേൽ പതിയുകയും ചെയ്ത ഒരു സ്പിരിച്വൽ മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും ആത്മാവ് നിറഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അവരുടെ മേലൊരു മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് പരിശുദ്ധാത്മാവിൻ്റെ മാർക്കിങ്ങാണ്. അതിന് എക്സ്റ്റേണൽ ചിഹ്നങ്ങളൊന്നുമില്ല, കാണത്തക്ക ചിഹ്നങ്ങളൊന്നുമില്ല. അവരുടെ ജീവിതത്തിലൂടെ പ്രകടമാകുന്ന ആത്മശക്തിയായിരുന്നു അവരുടെ മേലുണ്ടായിരുന്ന ചിഹ്നം. ഇത്രയത്തിനാർക്കും സംശയമില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച കാര്യം ഇന്ന് രാവിലെ ഞാൻ എടുത്തു. ഒന്നുകൂടെ ആവർത്തിക്കാം. എന്തിനു വേണ്ടിയായിരുന്നു? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശം സൃഷ്ടിച്ചുവെന്ന് പറയുന്നിടത്ത് ദൃശ്യമായതും അദൃശ്യമായതും ഒരുപോലെ ഉണ്ടായിരുന്നുവെന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നു. അദൃശ്യമായതെന്ന് പറയുന്നത് പൈശാചിക വ്യാപാര ശക്തികളായി മാറിയതും ദൈവത്തോടുകൂടെ നിൽക്കുന്നതുമായ ദൂതന്മാരെ ചേർത്തുകൊണ്ടാണ്.
അവരെയാണ് അദൃശ്യ ശക്തികളെന്ന് പറയുന്നത്. അവർ കാണപ്പെടാത്ത ശക്തികളാണ്. ദൃശ്യവും അദൃശ്യവുമായി ദൈവം സൃഷ്ടിച്ചു. ദൃശ്യമായ കൂട്ടത്തിൽ സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ 4-5 ഗ്രൂപ്പായി കർത്താവ് അതിനെ വേർതിരിച്ചു. ഇതെല്ലാം ദൂതന്മാരുടെ ഗണങ്ങളാണ്. ഇതെല്ലാം ദൂതന്മാരുടെ വിശദീകരണങ്ങളാണ്. 9.2 ബില്യൺ വർഷം, അത് ശാസ്ത്രത്തിൻ്റെ കണക്കാണ്. 9.2 ബില്യൺ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 920,000 കോടി വർഷങ്ങൾ. നമുക്കൊന്നും കണക്ക് കൂട്ടാൻ നോക്കുന്നതല്ല, നമ്മുടെ കണക്കിലൊന്നും ഒതുങ്ങുന്നതല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയും. 920,000 കോടി വർഷങ്ങൾ സ്വർഗത്തിൽ ഇതുപോലെ കഴിഞ്ഞു. അതിനെ സ്വർഗീയ കൾച്ചർ എന്ന് വിളിക്കും. ദൈവത്തിൻ്റെ കൾച്ചർ. പറഞ്ഞ കേൾക്കുക, അനുസരിക്കുക, യോഗ്യമായി ജീവിക്കുക, എല്ലാവർക്കും സമൃദ്ധി, എല്ലാവർക്കും സന്തോഷം. ദൈവം സർവാധിപതി. 920,000 കോടി വർഷം ഇത് സ്വർഗത്തിൽ കഴിഞ്ഞു. സ്വർഗത്തിൽ കഴിഞ്ഞ ശേഷം ലൂസിഫർ ദൈവത്തോട് പാപം ചെയ്തു. അവൻ പറഞ്ഞു, അങ്ങയുടെ കൾച്ചർ മാത്രം പോരാ, എൻ്റെ കൾച്ചറും വേണം, എൻ്റെ കൾച്ചറും വേണം. എനിക്ക് എൻ്റേതായ ഒരു കൾച്ചറുണ്ട്. സ്വർഗത്തിലെ പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരുന്നു ലൂസിഫർ. എനിക്ക് എൻ്റെ കൾച്ചറും വേണം, എനിക്കും അധികാരം വേണം, ഇതര ദൂതന്മാർ എന്നെയും ആരാധിക്കണം. അത് 45-ാമത്തെ യെശയ്യാവിൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് വ്യക്തമാകുന്നത് കാണാം. ഞാൻ സ്വർഗത്തിൽ കയറും, സ്വർഗ ഉന്നതത്തിൽ എന്ന പദമാണത്. സ്വർഗത്തിൽ കയറും, അത്യുന്നതനോട് സമനാകും. ഈ തീരുമാനം അവൻ എടുക്കുകയും ദൈവം അവനെ അവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചു. എങ്ങോട്ട് മാറ്റും? എല്ലാ നക്ഷത്രങ്ങളും എല്ലാ ഗോളങ്ങളിലും, നക്ഷത്രങ്ങളും ഗോളം എന്നൊക്കെ പറയുമ്പോൾ തമാശ ഓർത്തോണം. നമ്മുടെ ഒരു സൂര്യൻ്റെ പുറകിൽ ആരംഭത്തിങ്കൽ സൃഷ്ടിക്കപ്പെട്ടത് 20 ഗോളങ്ങളാണ്. ഇന്ന് 9 ഉള്ളൂ, 11 പൊട്ടിപ്പോയി. ഈ ആരംഭത്തിങ്കൽ സൃഷ്ടിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ നിഗമനത്തിൽ 20 ഗോളങ്ങളുണ്ടായിരുന്നു ഒരു നക്ഷത്രത്തിൻ്റെ പുറകിൽ. അതൊരു ആവറേജാണ്. ഇതുപോലെ നമ്മുടെ സൗരയൂഥത്തിൽ 30,000 കോടിക്കും 40,000 കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങൾ കിടപ്പുണ്ട്. നമ്മുടെ മിൽക്കി വേയിൽ, നമ്മുടെ നക്ഷത്രമണ്ഡലത്തിൽ 30,000 കോടിക്കും 40,000 കോടിക്കും ഇടയിലുള്ള നക്ഷത്രങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സൂര്യൻ. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഗോളങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള നക്ഷത്രമണ്ഡലങ്ങൾ കോടാനുകോടിയാണ് കിടക്കുന്നത്, കോടാനുകോടി. അതിനെക്കുറിച്ച് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, നിങ്ങളൊരു 1 എഴുതുക, അതിൻ്റെ വലത്തുവശത്തോട്ട് 10 20 പൂജ്യം ഇടുക എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അങ്ങർക്കും തീർത്ത് പറയാൻ അറിയത്തില്ല. 10 20 പൂജ്യം ഇടുക, അത്രയും നക്ഷത്രഗോളങ്ങളുണ്ടെന്ന്. അതാണ് ഇന്നത്തെ നിഗമനം. അങ്ങനെ കിടക്കുക. ഇതിനകത്ത് എല്ലാം ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുക. ഇതെങ്കിലും ലൂസിഫറിനെ താമസിപ്പിക്കാൻ എങ്ങും സ്ഥലമില്ല. ലൂസിഫറിനെ താമസിപ്പിക്കാൻ വേണ്ടി ദൈവം ഭൂമി സൃഷ്ടിച്ചു. ആകാശം സൃഷ്ടിച്ച് 9.2 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം ഭൂമി സൃഷ്ടിക്കുന്നത്. ബൈബിളിൽ തെളിവില്ല. എന്നൊരൊറ്റ പ്രയോഗമേ ഉള്ളൂ, ആൻഡ് എന്നൊരു പ്രയോഗമേ ഉള്ളൂ. ശാസ്ത്രം പറയുന്നത് 13.7 ബില്യൺ വർഷം ആകാശത്തിന് പഴക്കമുണ്ട്. 4.45 ബില്യൺ വർഷം പഴക്കമേ ഭൂമിക്കുള്ളൂ. അവിടെ നിന്നാണ് 920,000 കോടി വർഷങ്ങൾ കഴിഞ്ഞാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. ഭൂമി സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിനെ കുറിക്കുന്ന വാക്യങ്ങൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഭൂമിയിലേക്ക് ലൂസിഫറിനെ മാറ്റി പാർപ്പിച്ചു. ഓക്കെ, ഇതെന്തു പറ്റി? ഓക്കെ, ഭൂമിയുടെ ആരംഭം മുതൽ ലൂസിഫറിനെ മാറ്റി പാർപ്പിച്ചതിൻ്റെ ചുമതല ലൂസിഫറിന് കൊടുത്തു. ചില പോരാട്ടം ഇതിനോടുമുണ്ട്. ആരംഭത്തെങ്കിൽ ലൂസിഫർ ആയിരുന്നു ഭൂമിയുടെ ഉടമസ്ഥൻ. അന്ന് കർത്താവ് പറയുന്നൊരു പദമുണ്ട്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയുമാക്കി. ഇതെല്ലാം കഴിഞ്ഞ ആദമിനോട് പറയുന്നത് നീയും പോയി വാഴാൻ. ആദം വാഴുന്നതിന് മുന്നമേ ഇവിടെ സൂര്യചന്ദ്രന്മാർ വാണിരുന്നു. അതിൽ വസിച്ചിരുന്ന ദൂതന്മാർ ഉൾപ്പെട്ടിരുന്നു. ഈ ഭൂമിയുടെ 1ാമത്തെ ചുമതല ലൂസിഫറിനായിരുന്നു, 2ാമത്തെ ചുമതല ആദമിനായിരുന്നു. ലൂസിഫർ പരാജയപ്പെട്ട ഇടത്ത് ദൈവം ആദമിനെയാക്കി. ആദം പരാജയപ്പെട്ട ഇടത്ത് ദൈവം നോഹയാക്കി. നോഹ പരാജയപ്പെട്ട ഇടത്ത് ദൈവം അബ്രഹാമിനെയാക്കി. അബ്രഹാം ഒരളവിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുകയും ക്രിസ്തു അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ജാതനാകുകയും ചെയ്തു. തുടർന്ന് അധികാരം ക്രിസ്തു ഏറ്റെടുത്തു. ക്രിസ്തുവിലൂടെ പെന്തക്കോസ്തിൻ്റെ ദിവസത്തിലേക്ക് വന്നു. പെന്തക്കോസ്തിൻ്റെ അധികാരം ദൈവം നമുക്ക് തന്നു. അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. എന്തിനാണ് എന്നെ ഇവിടെ ആക്കിയത്? അങ്ങയുടെ കൾച്ചർ, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ സംസ്കാരം, അങ്ങയുടെ നീതി ഇവിടെ കൊണ്ടുവരണം. അതിനാണ് എന്നെ ആക്കിയത്. അതിനാണ് പെന്തക്കോസ്റ്റ്. മുന്നോട്ട് വരാം.
ഏതാണ്ടൊരു തകരാറുണ്ട് ബ്രദർ. ഓക്കെ. ദൈവം സർവാധികാരിയായി പ്രാരംഭത്തിങ്കിൽ ഇരുന്നു. സകല നക്ഷത്രങ്ങളും സകല ദൂതന്മാരും സകല പ്രിൻസിപ്പാലിറ്റീസ് പവേഴ്സ് എവ്രിതിങ് സകലതും ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. എന്നാൽ സാത്താൻ പറഞ്ഞു, വിടത്തില്ല, ഞാൻ എൻ്റേതാക്കി എടുക്കും. ഭൂമിയിൽ ലൂസിഫർ സെറ്റപ്പ് ഹിസ് കൾച്ചർ ആൻഡ് കോളനി. ഇത് ദയവായി ശ്രദ്ധിച്ചാൽ, ലൂസിഫറിനെ ദൈവം ഭൂമിയിലേക്കാക്കി. ലൂസിഫർ ഭൂമിയിൽ വന്നതോടുകൂടെ അവനെ ഇവിടെ ആക്കിയത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. നമ്മളെ ആക്കിയതുപോലെ അങ്ങയുടെ രാജ്യം വരണമേ, ആ ഉദ്ദേശത്തിന് വേണ്ടി ഇവിടെ ആക്കിയത്. പക്ഷെ ലൂസിഫർ ഭൂമിയിൽ വന്നതോടെ ദൈവരാജ്യം സെറ്റപ്പ് ചെയ്യുന്നതിന് പകരം അവൻ്റെ സംസ്കാരം കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചു, അവൻ്റെ കൾച്ചർ. ലൂസിഫർ സെറ്റ്സ് അപ്പ് ഹിസ് കൾച്ചർ ആൻഡ് കോളനി. അവൻ്റെ കോളനിയായി ഇതിനെ മാറ്റാൻ തീരുമാനിച്ചു. അവിടെ ഒത്തിരി ഇതുണ്ട്, വിശദീകരണങ്ങൾ ചാവുകടൽ ലിഖിതങ്ങളിലുണ്ട്. അവൻ അയച്ച ദൂതന്മാർ ഭൂമിയിലുള്ള മൃഗങ്ങളുമായി വ്യഭിചാരം ചെയ്തു. അവനയച്ച അവൻ്റെ ദൂതന്മാർ ഭൂമിയിലുള്ള മത്സ്യങ്ങളുമായി വ്യഭിചാരം ചെയ്തു. അവയുടെയൊക്കെ ഓഫ്സെറ്റ്സാണ് ഇന്ന് മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും രൂപത്തിലുള്ള ദേവീദേവന്മാർ. ഇത് അകത്തോട്ട് കയറുമ്പോഴേ സംഗതി മനസ്സിലാകത്തുള്ളൂ. മനുഷ്യനുമായി അവൻ വ്യഭിചരിച്ചു. അവനോട് ചേർന്നുള്ള സകല ജാതി വർഗങ്ങളും ദൈവത്തിൻ്റെ കൾച്ചർ വിട്ടു, ദൈവത്തിൻ്റെ പ്രമാണം വിട്ടു, തോന്നിയതുപോലെ ജീവിതം തുടങ്ങി. ആകയാൽ ദൈവം ലൂസിഫറിനെ അവിടെ നിന്ന് മാറ്റി. ഇവിടെ ലൂസിഫറിനെ കുറിച്ചൊരു പദം പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു. പദം ഒന്നുകൂടെ ഓർത്തോണേ, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ. ഇത് എന്ന് പറയുന്നതാ? ആദമിനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ. അന്നിവിടെയാ ജാതി. ആദം ഉണ്ടായിട്ടില്ല, ഭൂമിയിൽ മനുഷ്യനില്ല. അക്കാലത്തെ പദപ്രയോഗമാണ് ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ ലൂസിഫർ. അരുണോദയപുത്രനായ ശുക്ര എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ഹേ ഓ ലൂസിഫർ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, ഹൂ വീക്കെൻഡ് നേഷ്യൻസ്, ജാതികളുടെ ശക്തി അവൻ കുറച്ചു. ഇവിടെ വന്നു ദൂതന്മാർ എല്ലാം പറഞ്ഞ് എൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കണം, എൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കണം, എൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കണം. ഇവൻ എഴുന്നേറ്റ് നിന്ന് നിരത്തിപ്പിടിച്ച് സകലതിനെയും ബലഹീനമാക്കി. മറ്റു ദൂതന്മാരെ ബലഹീനമാക്കിക്കൊണ്ട് അവൻ ബലവാനായി ഈ ഭൂമിയിൽ അവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ. ഈ വീക്കെൻഡ് നേഷ്യൻസ്, ഈ നേഷ്യൻസ് എന്ന പദം അല്ലെങ്കിൽ ജാതികൾ എന്ന പദം മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുന്നമേ ഭൂമിയിലുണ്ട്. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുന്നമേ ദൈവവചനത്തിലുണ്ട്. മുന്നോട്ട് വരാൻ പോകുകയാണ്. തുടർന്ന് ഇത് 4.1 ബില്യൺ, അതായത് 410 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെടുത്തതാണ്. മനുഷ്യനെല്ലാം കൂടി 6000 വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. ആദം ഇവിടെ വന്നിട്ട് 6000 കൊല്ലമേ ആയുള്ളൂ. ഇത് 41 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടി. ഇതാര് കൊണ്ടുവന്നത്? ആദമിനെ ഉണ്ടാക്കുന്നതിന് മുന്നമേ ഇവിടെ ലൂസിഫർ ഉണ്ടായിരുന്നു. ലൂസിഫറിൻ്റെ ഭരണകാലത്ത് അവൻ കൊണ്ടുവന്ന ജീവികളും മറ്റുമാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു ന്യൂസ് ഞാൻ കണ്ടു. നമ്മുടെ ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലത്ത് 6 കോടി വർഷം പഴക്കമുള്ള ഡയനോസറുകളുടെ മുട്ട കണ്ടു. ആരെങ്കിലും കണ്ടായിരുന്നു? ഇല്ല. എൻ്റെ എല്ലാം ന്യൂസ് കിട്ടി. എനിക്കൊരു വലിയ ഗുണമുണ്ട്, ഞാൻ ഈ ശാസ്ത്രീയ വിഷയങ്ങൾ എടുക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തം നമ്മുടെ സഹോദരന്മാരുടെ കിട്ടിയാൽ ഉടനെ അയച്ചു തരും. എനിക്ക് തോന്നുന്നത് മോസ്റ്റ് പ്രോബബ്ലി മധ്യപ്രദേശത്താണ് 6 കോടി വർഷം പഴക്കമുള്ള ഡയനോസറുകളുടെ മുട്ടയും കൂടും കണ്ടിരിക്കുന്നു. അതിൻ്റെ പിക്ചറും ഇട്ടിട്ടുണ്ട്, ഞാനത് ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് 41 കോടി വർഷം പഴക്കമുള്ള 41 കോടി വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടിരിക്കുന്നു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യൻ്റെയും അസ്ഥിയിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്നതാണ് ഫോസിലുകൾ. അങ്ങനെയാണെങ്കിൽ 410 കോടി വർഷം മുമ്പേ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നു. അടുത്തത് ബൊളീവിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. ബൊളീവിയയിൽ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തുമ്പോൾ ഭൂമിക്കടിയിൽ ഒരു വലിയ കെട്ടിടമുള്ളതായി കണ്ടു. അവർ കണ്ടുപിടിച്ചു. അവർ കണ്ടുപിടിച്ച കെട്ടിടമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉയരം 3.5 കിലോമീറ്ററാണ്. ഭൂമിയുടെ അടിയിൽ ബൊളീവിയയിൽ നിന്ന് 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം കിട്ടി.
ഇതിൻ്റെ നിറം മുഴുവനും സ്വർണ്ണ നിറം. അതുകൊണ്ട് ഇത് ലൂസിഫർ പണിതാണെന്ന് വിശ്വസിക്കുന്നവർ. ആ പുള്ളിക്ക് ഇതിനോട് ഭയങ്കര കമ്പമായിരുന്നു. അവൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായത്, അവൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് ഇത് ലൂസിഫറിൻ്റെ ആണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. സ്വർണ്ണമായിരുന്നെന്നല്ല ഞാൻ പറഞ്ഞത്, സ്വർണ്ണ നിറമായിരുന്നു എന്നാണ് പറഞ്ഞത്. 3.5 കിലോമീറ്റർ ഉയരം. ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും ഉയരമുള്ള ഗോപുരത്തിൻ്റെ വലിപ്പം 3/4 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ, 852 മീറ്റർ. അതാണ് ബുർജ് ഖലീഫ. അതിനേക്കാൾ ഉയരമുള്ള ഒരു കെട്ടിടം ഇന്ന് ഭൂമിയിലില്ല. ഇത് 3.5 കിലോമീറ്റർ ഉയരമാണ്. ബുർജ് ഖലീഫ 1 കിലോമീറ്റർ ഇല്ല, ഇത് 3.5 കിലോമീറ്റർ. ഇതാര് പണിതു? ഇതിനുള്ള നോ ഹൗ ടെക്നോളജി ആർക്ക് കിട്ടി? ഇത് നിശ്ചയമായും ആ ദൂതൻ്റെ വകയാണ്. മുന്നോട്ട് സാത്താൻ ഈ ഭൂമിയെ ക്ലെയിം ചെയ്യാൻ തുടങ്ങി. ഇതെൻ്റേതാക്കും, എൻ്റെ കൾച്ചറിലാക്കും, എൻ്റെ തത്വത്തിലാക്കും. ഇന്ന് ക്രിസ്തു മതത്തിലേക്ക് ആളുകൾ മാറുന്നു എന്ന് അക്രൈസ്തവരായ ആളുകൾക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അവരതിന് പ്രധാനമായും പറയുന്ന കുറ്റം എന്നാ തരാം, ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ എന്താ, ആർക്കെങ്കിലും വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഞങ്ങളുടെ കൾച്ചർ നഷ്ടപ്പെടും. നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു സംസ്കാരമുണ്ട്, ഞങ്ങൾക്കൊരു കൾച്ചറുണ്ട്, അത് പോകും. മോനെ, ദൈവിക കൾച്ചറിലേക്ക് പോകുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ലൂസിഫറിന് ലൂസിഫറിൻ്റെതായ ഒരു കൾച്ചറുണ്ട്, അതിൻ്റെ ഭാഗം അവൻ പ്രതിനിധീകരിക്കുന്നതാണിത്. അവൻ കയറി വാദിച്ചു, എനിക്ക് സകല ഭൂമിയും എൻ്റേതാക്കി മാറ്റണം, ഭൂമി എൻ്റേതാക്കി മാറണം. ഡീമോണിക് കിങ്ഡം, പൈശാചിക സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കേണ്ടതിന് അവൻ തീരുമാനിച്ചു അടുത്തു. പൈശാചിക സാമ്രാജ്യം ഉണ്ടാക്കേണ്ടതിന് തീരുമാനിച്ചെടുത്തു. ഈ സമയത്ത് ദൈവം അവനെ മാറ്റിക്കളഞ്ഞു. ഇത് ആദ്യത്തെ ക്ലാസ്സുകൾ ഞാൻ എടുത്തു. അവനെ മാറ്റി ഭൂമിയെ ശപഥാർപ്പിതമാക്കി എടുത്ത് എറിഞ്ഞു. അകലെ എവിടെയോ ഇട്ടതിൻ്റെ കോസ്മോസ് മാറ്റി തിരിച്ചു കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് കേൾക്കാത്തവർ വിട്ടേക്ക്, കാര്യം ഇനി അത് തിരിച്ച് ആവർത്തിച്ചെടുക്കാൻ എളുപ്പമല്ല. ഒരു രാത്രി മൊത്തം വേണത് പറയാൻ. ആദ്യത്തെ രാത്രി ഞാനത് പറഞ്ഞു. പകരം ദൈവം ആദം ഹവ്വമാരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ കൾച്ചറിലാകേണ്ടതിന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആണും പെണ്ണുമായി കുടുംബജീവിതം നയിച്ച് മക്കൾ ജനിക്കത്തക്കവണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് ഭൂമിയെ നിറയ്ക്കത്തക്കവണ്ണം ആദമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ചു. അവരെ നഗ്നരായി സൃഷ്ടിക്കുകയും ദൈവ തേജസ് കൊണ്ട് അവരെ മൂടുകയും ചെയ്തു. ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് ഇൻഡിപെൻഡൻ്റായി ആണിനെ വേറെയും പെണ്ണിനെ വേറെയും തേജസ് കൊണ്ട് മൂടുകയും ചെയ്തു. അവരെ മണ്ണിലാക്കിയ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വിണ്ണിൽ വെച്ച് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു, അവരെ തേജസ് കൊണ്ട് മൂടി. ആദ്യം ദൈവം ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചു. ആദം ഹവ്വമാർ ഏദൻ തോട്ടത്തിൽ വിഹരിച്ചു, സ്വൈര്യവിഹാരം ചെയ്തു. അതിനകത്തൊരു സിംഹമൊക്കെ അവരുടെ കൂടെ വരുന്നത് കാണാം. അതൊന്നും ഉപദ്രവിക്കത്തില്ല. ഏദൻ തോട്ടത്തിൽ എല്ലാവരും വളരെ സന്തോഷമായി കഴിയുക. ഇതൊക്കെ ആരോ കലാകാരൻ വരച്ചതാണ്, ഏദനിൽ നിന്ന് എടുത്ത ഫോട്ടോയൊന്നും അല്ല, ആരോ കലാകാരന്മാർ വരച്ചതാണ്. ഞാനത് ഏറ്റുപറയുന്നത് മാത്രമേ ഉള്ളൂ. ആശയം ബൈബിളിൽ നിന്നാണ്, ആശയം ബൈബിളിൽ നിന്നാണ്. മുന്നോട്ട് തുടർന്നുള്ള ചരിത്രങ്ങൾ ചാവുകടൽ ലിഖിതങ്ങളിലാണ് ലഭ്യമാകുന്നത്. വേദപുസ്തകത്തിൽ ചരിത്രം തീരെയില്ല, നമ്മുടെ ആത്മരക്ഷയ്ക്കുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാവുകടൽ ലിഖിതങ്ങളിൽ നിന്ന് തുടർന്നുള്ള ചരിത്രം ലഭ്യമാകുന്നു. ചാവുകടൽ ലിഖിതത്തിൻ്റെ ഒരു കൊച്ചു ഭാഗം ഞാൻ മുറിച്ചങ്ങോട്ടിട്ടതാണ്. ഇടത്തുവശത്ത് താഴെ കാണുന്നത് കുമ്രാൻ കേവുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഗുഹകളാണ്. മിഡിൽ ഈസ്റ്റിലുള്ള കുമ്രാൻ പ്രദേശങ്ങളിൽ ഉള്ള ഒരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്തു നിന്നാണ് ജാറുകൾക്കകത്ത് ഈ ചാവുകടൽ ലിഖിതങ്ങൾ കിട്ടിയത്. അത് കിട്ടിയത് പറഞ്ഞതേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഒന്ന് നിവൃത്തി വെച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് വലത്തുവശത്ത് കാണുന്നത്. 960 പുസ്തകങ്ങൾ ഇതിനകത്തുനിന്ന്, 981 പുസ്തകങ്ങൾ, 981 പുസ്തകങ്ങൾ ചാവുകടൽ ലിഖിതങ്ങളിൽ നിന്നും തർജ്ജമ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയുടെ വക SOA ലൈബ്രറിയിൽ ഇതിൻ്റെ ഒറിജിനൽസ് ഇന്നും സൂക്ഷിക്കുന്നു. അവിടുന്ന് ഇവിടുന്ന് അവർ ലോണിൽ കൊടുത്ത കുറച്ച് പീസസ് വെളിയിൽ പോയിട്ടുണ്ട്. 961 അവർ ലോണിൽ കൊടുത്ത കുറച്ച് പീസസ് വെളിയിൽ പോയിട്ടുണ്ട്. അതൊഴിച്ചാൽ 961 എണ്ണവും 981 എണ്ണവും ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയുടെ വകയാണ്. ഇത് പ്രിൻ്റ് ചെയ്തെടുത്തപ്പോൾ ചെറിയ അക്ഷരത്തിൽ, നമ്മുടെ ബൈബിൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് പോലെ ചെറിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് 45,000 പേജുണ്ട്. നമ്മുടെ ബൈബിളിന് 1000 പേജേ ഉള്ളൂ. ഈ ബൈബിളിൻ്റെ 45 ഇരട്ടി വലിപ്പം വരും ഇത്. അതുകൊണ്ട് ഇത് വേദപുസ്തകത്തിൻ്റെ കൂടെ ചേർത്ത് കുത്തിക്കെട്ടാൻ പറ്റുന്നതല്ല. ട്രക്ക് വേണ്ടി വരും ഇതും കൊണ്ട് പോകാൻ. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വേദപുസ്തകം തന്നു, ബാക്കിയുള്ളത് ചരിത്രമായി മാറ്റിവെച്ചു. ആ ചരിത്രത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് ചരിത്രം പറയുന്നത്. ഇതാണ്
സീൽഡ് എർത്തൺ ജാർ, ഇതിനകത്താണ് ഈ ചാവുകടൽ ലിഖിതങ്ങൾ വന്നത്. ഇതെൻ്റെ ക്യാമറ കൊണ്ട് ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഇതിനകത്തൊരു ഡ്യൂപ്ലിക്കേഷൻ ഇല്ല, ഇതിനകത്ത് ഒരു കേട്ടുകേഴ്വിയല്ല, എൻ്റെ ക്യാമറ കൊണ്ട് ഞാൻ എടുത്ത ഫോട്ടോയാണ്. അതിൽ ഒരെണ്ണം തുറന്നു വച്ചിരിക്കുന്നതാണ് കാണുന്നത്. ആ ജാറ് തുറന്നാൽ അതിനകത്തിരിക്കുന്ന ആ ചുരുൾ കാണാം. ഈ ചുരുളാണ് ചാവുകടൽ ലിഖിതങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഈ സമയത്തും വിട്ടുകൊടുക്കാൻ ദൈവം തയ്യാറായില്ല. ദൈവം പറഞ്ഞു, എൻ്റേതായിരിക്കും ലോകം, ഞാനായിരിക്കും ലോകം ഭരിക്കുന്നത്. ഒരു വശത്ത് ലൂസിഫർ ഞാൻ ഭരിക്കുമെന്ന് വാദിക്കുന്നു, ഇല്ല വിട്ടുതരത്തില്ല ഞാൻ ഭരിക്കും എന്ന് ദൈവവും വാദിക്കുന്നു. ഈ രണ്ട് ശക്തികളുടെ ഇടയിൽ, രണ്ട് വാദഗതികളുടെ ഇടയിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത് എന്ന് മറക്കരുത്. മുന്നോട്ട് പോട്ടെ. ആദം ഹവ്വമാർ അവരെ വശീകരിക്കേണ്ടതിനായി സാത്താൻ പാമ്പിൽ കയറുകയും പാമ്പിലൂടെ ആദമിനെ വഞ്ചിക്കുകയും ഹവ്വ പഴം പറിച്ച് തിന്നുകയും ആദമിന് കൊടുക്കുകയും ഇരുവരും നഗ്നരാകത്തക്കവണ്ണം ദൈവതേജസ് അവരെ വിട്ടുപോകുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. തുടർന്ന് യഹോവയായ ദൈവം ഏദനിലൊരു യാഗം നടത്തി. ഏദനിലെ യാഗത്തിന് ഇന്നത്തെ യാഗത്തേക്കാൾ ഭയങ്കര ചില പ്രത്യേകതകളുണ്ട്. അന്ന് വരെ രക്തച്ചൊരിച്ചിൽ ആരും കണ്ടിട്ടില്ല, ഒരു ഈച്ച പോലും ചത്തിട്ടില്ല. ഏദനിലെ യാഗം നടക്കുന്നത് വരെ രക്തം ആരും കണ്ടിട്ടില്ല, ഒരു ഈച്ച പോലും ചത്തിട്ടില്ല. സകല മൃഗങ്ങളും പക്ഷികളും ആദമിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ആദമിൻ്റെ കൂടെ നടക്കുക. ഓരോ ആടും ആദമിൻ്റെ അടുക്കൽ വന്ന് കഥ പറയുകയും ആദം അവരെ പിടിച്ച് ഓമനിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. അന്നാണ് യഹോവയായ ദൈവം വന്ന് പറയുന്നത്, ആദമേ നീ പാപം ചെയ്തതിനാൽ നിനക്ക് പകരം ഒരാട് മരിക്കണം. ആ ആട് ആദമിൻ്റെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവും, അപ്പച്ച ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ കാണുന്നവൻ ബോധം കെട്ട് വീഴേണ്ടതാ, അപ്പച്ച ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയുവാൻ ആദമിന് ഒന്നുമില്ല, കുഞ്ഞെ എൻ്റെ കുറ്റമാണ്, പക്ഷെ നീ മരിക്കേണ്ടതായി വരുന്നു. കർത്താവ് യേശുവിൻ്റെ കാൽവറിയുമായി ഉപമിച്ചത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഗൗരവമായ ഒരു ബോധം വരും. ഒന്നാമത്തെ യാഗം ഏദനിൽ ആരംഭിച്ചു. ദൈവം പറയുകയാണ്, എൻ്റെ ആയിരിക്കും ഭൂമി. പിശാച് നശിപ്പിച്ചെങ്കിൽ ഞാൻ വീണ്ടെടുത്തിരിക്കും. പാമ്പിനോട് സംസാരിക്കുന്നൊരു വാചകമുണ്ട്, ലീഗലായി നിനക്ക് ഈ ഭൂമിയിൽ വസിക്കുവാൻ അനുവാദമില്ല. ഞാൻ ഈ ഭൂമിയിൽ വസിക്കേണ്ടതിന് ലീഗലായി ഉണ്ടാക്കിയ ഒരു ശരീരം നീ പാമ്പിൽ നിന്ന് കടം വാങ്ങി, ആ ശരീരത്തിൽ കയറിയാണ് നീ ഇവിടെ വന്നത്, ലീഗൽ ബോഡിയിൽ തന്നെയാണ് വന്നത്. പക്ഷേ ഞാനും ഒരു ദിവസം ലീഗൽ ബോഡിയിൽ തിരിച്ചു വരും. സ്ത്രീയുടെ സന്തതിയായി ലീഗൽ ബോഡിയിൽ തിരിച്ചു വരും. നീ എൻ്റെ കുതികാൽ തകർത്തു, ഞാൻ നിൻ്റെ തല തകർത്തിരിക്കും. ഇതൊരു വാഗ്ദത്തമാണ് തന്നു. യേശു അവിടെ നിന്ന് അപ്രത്യക്ഷനായി. കൾച്ചേഴ്സ് ഓൺ എർത്ത്, ഭൂമിയിൽ ലൂസിഫർ സെറ്റപ്പ് ഹിസ് കൾച്ചർ. മുമ്പേ നമ്മളത് കണ്ടതാണ്. ലൂസിഫർ സെറ്റപ്പ് ഹിസ് കൾച്ചർ ആൻഡ് കോളനി, വീക്കനിങ് ദ അതർ ഏഞ്ചലിക് ഏലിയൻ കൾച്ചേഴ്സ്. ഭൂമിയിൽ അനേക ഈറ്റി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എത്ര പേർക്കറിയാം? എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ. അറിയാമോ? ഇല്ല. അതാണ് ആദ്യം ഞാൻ കാണിച്ച പടം. ദൈവികമല്ല, ബൈബിളിലുള്ളതല്ല, ക്രിസ്തു സഭയിലുള്ളതല്ല. എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ, ET എന്നതിനെ വിളിക്കും. ഞാനൊരിക്കൽ ഏലിയൻസിനെ കുറിച്ച് ആദ്യത്തെ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുമാതിരി വിവരം കെട്ട ബന്ധുക്കോസുകാരെല്ലാം അലച്ചു വിളിച്ചു. അവർ വിചാരിച്ചത് അതുകൊണ്ട് ഞാനങ്ങ് നിർത്തുമെന്ന്. പക്ഷേ ചരിത്രത്തിൽ ഇത് കിടക്കുമ്പോൾ, ഇതൊരു സത്യമായിരിക്കുന്നിടത്തോളം, ശാസ്ത്രത്തിൽ ഇത് കിടക്കുന്നിടത്തോളം ഞാൻ എങ്ങനെ നിർത്തും? ഇതതിൻ്റെ സത്യമാണ്. വീണുപോയ ദൂതന്മാരെ വിളിക്കുന്ന പേരാണ് അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ്. ഇന്ന് അതിൻ്റെയൊക്കെ ഒത്തിരി ടോപ്പ് സീരിയൽ ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. യുമാമിയ എന്ന് പറയുന്ന ഒരു അന്യഗ്രഹ പേടകം ഇവിടെ വന്നിച്ചു പോയത് എത്ര പേർക്കറിയാം? യുമാമിയ. എത്ര പേരത് വായിച്ചായിരുന്നു? ഞാൻ കൈയൊന്ന് കണ്ടോട്ടെ. 2 പേര് കണ്ടു. പ്രൈസ് ദി ലോർഡ്. 3 പേര്. യുമാമിയയെക്കുറിച്ചൊരു പഠനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ചതിലെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം ഉപയോഗിച്ച് സൗരയൂഥത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യണമെങ്കിൽ 4.5 വർഷം എടുക്കും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകാൻ 4.5 വർഷം എടുക്കും. ഉമാമിയ സൗരയൂഥത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യാൻ 2.5 സെക്കൻഡേ എടുക്കത്തുള്ളൂ. അതാണ് വേഗവ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഏലിയൻ ടെക്നോളജിയും നമ്മുടെ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം.
ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ഈ ബാഹ്യാകാശ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും ഒന്നാമനെന്നറിയപ്പെടുന്നത് മിഷിയ കാക്കു എന്ന് പറയുന്ന ഒരു ജപ്പാൻകാരനാണ്. പേര് കേട്ടാൽ തമാശയാണ്. മിഷിയ കാക്കു. കാക്കു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആയി ജോലി ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ഉറുമ്പിനും ബുദ്ധിയുണ്ട്, നമുക്കും ബുദ്ധിയുണ്ട്. നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് നമ്മൾ കാറുണ്ടാക്കി, പ്ലെയിൻ ഉണ്ടാക്കി, റോക്കറ്റ് ഉണ്ടാക്കി. പക്ഷെ ഉറുമ്പിന് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഉറുമ്പിനും ബുദ്ധിയുണ്ട്, അതിൻ്റെ അർത്ഥം നമ്മുടെ ഒപ്പം ഉണ്ടെന്നല്ല. ഒരു ഉറുമ്പിൻ്റെ ബുദ്ധിക്കും നമ്മുടെ ബുദ്ധിക്കും തമ്മിൽ 1 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ, അദ്ദേഹം പറയുന്ന വാചകം, ഒരു ഉറുമ്പിൻ്റെ ബുദ്ധിക്കും എൻ്റെ ബുദ്ധിക്കും തമ്മിൽ 1 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിക്കും ഒരു ഏലിയൻ്റെ ബുദ്ധിക്കും തമ്മിൽ 1,00,000 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ 1,00,000 ഇരട്ടിയാണ് ഒരു ഏലിയൻ്റെ അദ്ദേഹം വാദിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്സും അതേ പ്രതീക്ഷയിലാണ് മരിച്ചത്. അധിക നാളിനകം ഏലിയൻസ് മനുഷ്യനുമായി ബന്ധപ്പെടും. 2 പേരുടെ വാചകങ്ങളാണ്. ഞാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനൊക്കെ അപ്പുറത്താണ്. ഏലിയൻസ് മനുഷ്യനുമായി ബന്ധപ്പെടും. അവന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്താൽ അതങ്ങ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അവൻ്റെ ടെക്നോളജി നമുക്ക് കൈമാറും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ET എന്നും പറഞ്ഞൊരു ഒരു സ്പെഷ്യൽ ചാപ്റ്റർ ഇങ്ങോട്ട് വന്നു. ഏതാണ്ട് 80 സ്ലൈഡുകളുള്ള ഒരു പവർ പോയിൻ്റാണ്. എൻ്റെ ഇരിപ്പുണ്ട്, എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. 80 പോയിൻ്റുള്ളതാണ്. 136 പ്രാവശ്യം ഏലിയൻ മനുഷ്യനുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു. 136 സന്ദർഭങ്ങളിൽ അന്യോന്യം കമ്മ്യൂണിക്കേഷൻ നടന്ന് കഴിഞ്ഞു. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ പറഞ്ഞില്ല, ലൂസിഫറിന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വർണ്ണമാണ്. 2, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം അന്യായമായ സെക്ഷുവൽ ലൈംഗിക ബന്ധമാണ്. അതുകൊണ്ട് ഇവരെ ആകർഷിക്കുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്തത് സ്വർണം കൊണ്ട് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും രൂപമുണ്ടാക്കി അവർ തമ്മിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരു ചിത്രമുണ്ടാക്കി അത് ആകാശത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിനെ തുടർന്നാണ് 136 പ്രാവശ്യം ഏലിയൻസ് ശാസ്ത്രജ്ഞന്മാരെ കോണ്ടാക്ട് ചെയ്തത്. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും എന്നിവർ വിശ്വസിക്കുന്നു. സ്റ്റീഫൻ ഹോക്കിങ്സ് ഉള്ള കാലത്ത് തന്നെ ഏലിയൻസ് പറഞ്ഞ ഒരു പദമുണ്ട്, ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒഴിവാക്കൂ, ഞങ്ങൾ ടെക്നോളജി തരാം. ഭൂമിയിൽ നിന്നും ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഒഴിവാക്കൂ, ഞങ്ങൾ ടെക്നോളജി തരാം. കാര്യം ദൈവ സംസർഗം വേറെ, ദൈവ സാമ്രാജ്യം വേറെ, ഇവൻ്റെ സാമ്രാജ്യം വേറെ. ഇത് രണ്ടും രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. ഞാൻ മുന്നോട്ട് വരട്ടെ. ET എക്സ്ട്രാ ടെലസ്റ്റിയൽ സിവിലൈസേഷൻ അഥവാ ഫോളൻ ഏഞ്ചലിക് സിവിലൈസേഷൻ കൾച്ചർ, അതിൻ്റെ കൾച്ചർ, ഈ കൾച്ചറിലേക്ക് ഈ ഭൂമിയെ കൊണ്ടുപോകുവാൻ സാത്താൻ തീരുമാനിച്ചു. അടുത്തത് സാത്താൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ രാജാവാകും. ഈ 2 തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഒരു വശത്ത് യേശു പറയുന്നു ഞാൻ ഇതിൻ്റെ രാജാവാകും, മറുവശത്ത് സാത്താൻ പറയുന്നു ഞാൻ ഇതിൻ്റെ രാജാവാകും. ഇത് രണ്ടും കൂടെ നടന്നുകൊണ്ടിരിക്കുക. കാലത്തിൻ്റെ പോക്കിൽ നോഹയുടെ കാലമായി. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ ഈ പൈശാചിക ഏലിയൻ ടെക്നോളജിയെ കംപ്ലീറ്റ്ലി തീർത്തുകൊണ്ട് അതിനോടകം മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതിനോടകം ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഞാൻ ആ പദങ്ങൾ കിട്ടുമോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പറയാം. നോഹ പെട്ടകത്തിൽ കയറി. നോഹ വെളിയിലിറങ്ങി യഹോവയ്ക്കൊരു യാഗം കഴിച്ചു. ആ യാഗത്തിൽ യഹോവ പ്രസാദിച്ചേച്ച് നോഹയെ ഒന്ന് അനുഗ്രഹിച്ചു. അനുഗ്രഹപദം ഓർമ്മയുണ്ടോ? നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയെ അടക്കി വാഴുക. ആദമിന് കൊടുത്ത അതേ അനുഗ്രഹം, പുള്ളി വ്യത്യാസമില്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദമിനെ ചുമതല ഏൽപ്പിച്ചു. ആദം പരാജയപ്പെട്ട ഇടത്ത് ദൈവം നോഹയെ ചുമതല ഏൽപ്പിച്ചു. നോഹയുടെ കാലത്ത് നടന്നതിനെക്കുറിച്ച് ഇനിയൊന്ന് നോക്കാം. നോഹയുടെ കാലത്ത് നടന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകാം. പ്രപഞ്ചം ദൈവത്തിനെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ദൈവം ഭൂമി ദൈവത്തിനെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ദൈവം ആ നോഹയെ അനുഗ്രഹിക്കുന്നത്. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയെ അവകാശമാക്കിക്കൊള്ളുക, ഇത് എനിക്ക് വേണ്ടി നീ അവകാശമാക്കണം എന്ന ആശയത്തിൽ കൊണ്ടുവന്നു. ഈ ഉൽപ്പത്തി പുസ്തകം കൊലോസ് ലേഖനത്തിൽ നിന്നുള്ള വാക്യമാണ്. വെളിയിലോട്ട് വരട്ടെ. ഒത്തിരി ചാടിപ്പോയി. ഓക്കെ. നോഹയെ ദൈവം കണ്ടപ്പോൾ നോഹ നീതിമാൻ എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തൻ്റെ തലമുറയിൽ താൻ നീതിമാനായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നീതിമാൻ എന്ന പദത്തിന് എബ്രായ ഭാഷയിലാണല്ലോ വേദപുസ്തകം പഴയ നിയമം എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം
തമിയം എന്ന വാക്കാണ്. തമിയം എബ്രായ ഭാഷയിൽ നോഹയെ നീതിമാനായി കണ്ടു എന്നതിന് നോഹയെ തമിയം ആയി കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. തമിയം എന്ന വാക്കിൻ്റെ യഥാർത്ഥ മലയാളം എന്തുവാ? ഒറിജിനാലിറ്റി സൂക്ഷിക്കുന്നവൻ, കൃത്രിമത്വം ഇല്ലാത്തവൻ, രക്തത്തിലും ശരീരത്തിലും ശുദ്ധിയുള്ളവൻ. നോഹയുടെ ശരീരത്തിൽ കിഴുത്തയില്ല, നോഹയുടെ കുടുംബത്തിൽ ആരുടെയും ശരീരത്തിൽ കിഴുത്തയില്ല. ഞാൻ ഇന്ന് പകലത്തെ സെഷനിൽ എടുത്തിരുന്നു. പിശാച് അവൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി മനുഷ്യ ശരീരത്തിൽ കിഴുത്തയിട്ടു. ഇത് പറയുമ്പോൾ ഞാൻ ഒരു മോളുടെ കാര്യം ഓർക്കുന്നുണ്ട്. UK ഒരു മോളുണ്ട്, എനിക്കവിടെ പേരൊക്കെ അറിയാം, ഞാൻ പറയുന്നില്ലെന്ന് മാത്രം. ഒരു മോളുണ്ട്, അവളോട് ദൈവാത്മാവ് പല പ്രാവശ്യമായി ഇടപെട്ടു, നിൻ്റെ ശരീരം ദൈവസന്നിധിയിൽ വിശുദ്ധമാക്കണമെന്ന്. ആകപ്പാടെ ആലോചിച്ച് നോക്കിയിട്ട് മാന്യമായ കുടുംബജീവിതം നടത്തുന്ന, ഏറ്റവും യോഗ്യമായി കുടുംബജീവിതം നടത്തുന്ന ഒരു മോളാണ്. അതിനകത്ത് അവരുടെ ശരീരത്തിന് മാലിന്യം വരത്തക്ക യാതൊന്നും അവിടെ അറിവിലില്ല. ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ഇടപെടലിലോ യാതൊന്നുമില്ല. ആ ദിവസങ്ങളിൽ ഒന്നിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാനവിടെ എത്തിയിട്ട് ഇതുപോലൊരു പടം കാണിച്ച് പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആഭരണങ്ങൾ ഉറപ്പിക്കേണ്ടതിന് എന്ന പേരിൽ ചെവിയേലും മൂക്കയിലും പിശാച് കിഴുത്തയിട്ടു. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഈ മോക്ക് പിടികിട്ടി, ഇതാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ദൈവസാദൃശ്യത്തിലല്ല. അവൾ അന്ന് തന്നെ അവിടെ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടെ ഹോസ്പിറ്റലിൽ പോയി. ഒരു ഡോക്ടറെ കണ്ട് കാത് കുത്തിക്കെട്ടിച്ച ചരിത്രം എനിക്കറിയാം. ഞാൻ ഒത്തിരി തവട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ വിശുദ്ധന്മാർ ഒത്തിരിയുണ്ട്, വിശുദ്ധമതികൾ ഒത്തിരിയുണ്ട് കുത്തിക്കെട്ടിച്ചവർ. കാര്യം, ഞാൻ ദൈവകൃപയിൽ നിന്ന് വീണുപോയെങ്കിൽ മടങ്ങി വരണം എന്ന് തീരുമാനമുള്ളവരുണ്ട്. നോഹ തൻ്റെ ജീവിതത്തിൽ തമിയമായിരുന്നു, തമിയം സൂക്ഷിച്ചവനായിരുന്നു. ആ നോഹയ്ക്കാണ് ദൈവം അധികാരം കൈമാറുന്നത്. അത് കൈമാറിച്ച് കർത്താവ് ഒത്തു. അതുകൊണ്ട് നോഹ ഭരിക്കും എന്ന് വിചാരിച്ചു. തുടർന്ന് നമ്മൾ കാണുന്നത് നിമ്രോദിൻ്റെ ഗോപുരമാണ്. വലത്തുവശത്ത് കാണുന്ന ഒരു കൊച്ചു പടമുണ്ട്. ഇത് നമ്മുടെ ക്ലാരിറ്റി തീരെ കുറവാണ്. ഈ വലത്തുവശത്ത് കാണുന്ന ഈ പടം, ഇതാണ് നിമ്രോദിൻ്റെ പടം. ലോക ചരിത്രത്തിൽ ആദ്യമായി ചക്രവർത്തി സ്ഥാനം ഏറ്റെടുത്ത കറുത്ത വർഗത്തിൽപ്പെട്ട രാജാവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ ഇദ്ദേഹവും ഒരു ഏലിയനിക് പ്രൊഡക്റ്റ് ആയിരുന്നു, ഒരു രാക്ഷസനായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ചാവുകട ലിഖിതങ്ങളിൽ നിന്ന് ഒരാൾ മനുഷ്യനിൽ നിന്നും വേറൊരാൾ ഏലിയനിൽ നിന്നും ഉള്ള വിഭാഗമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും വലിയ നായാട്ടുവീരനായി മാറിയത്. വേറെ കഥയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാനൊക്കത്തില്ല, പോയി നമുക്ക് നിൽക്കാനൊക്കത്തില്ല. തൊടാം. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദം ഹവ്വമാർക്ക് തോലുകൊണ്ടൊരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. ഈ വസ്ത്രം ധരിക്കുന്നിടത്തോളം ഒരു സാത്താനും നിങ്ങളെ അറ്റാക്ക് ചെയ്യത്തില്ല, പോയിക്കോളാൻ പറഞ്ഞ് ഏദനിൽ നിന്ന് പുറത്തു വിട്ടു. ഈ വസ്ത്രം കായൻ ആദമിനോട് പിണങ്ങി എടുത്ത് ആരുടെയോ കൈ കൊടുത്തു. അവിടുന്ന് കൈമാറി ഈ വസ്ത്രം നിമ്രോദിൻ്റെ വന്നു. നിമ്രോദ് ഈ വസ്ത്രം ഇട്ടിരിക്കുന്നിടത്തോളം കാലം ഒരു ശക്തിയും അവനെ തൊടത്തില്ല. അതുകൊണ്ടാണ് അവനെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ, അവനെക്കുറിച്ചും കാണുമ്പോൾ സിംഹങ്ങളെയാണ് അവൻ വേട്ടപ്പട്ടികളായി ഉപയോഗിച്ചത്. ഇന്ന് വേട്ടയ്ക്ക് പോകുന്നവർ പട്ടികളെ ഉപയോഗിക്കുന്നത് പോലെ നിമ്രോദ് ഉപയോഗിച്ചത് സിംഹങ്ങളെയാണ്. അവനോട് ഒരു സിംഹവും അടുക്കത്തില്ല, എതിർക്കത്തില്ല. കാരണം അവൻ ഇട്ടിരിക്കുന്ന കോട്ട് വേറെയാണ്. അശുദ്ധൻ പോലും വിശുദ്ധൻ പോലും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ നിന്നു അവൻ. അതുകൊണ്ട് അവൻ ആ ഉടുപ്പിട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കാണാം. ഇവനെ ഒരു കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. ഈ കെട്ടിടത്തിൻ്റെ ഉയരമാണ് അടുത്തത് അറിയേണ്ടത്. ആകാശത്ത് മുട്ടുന്ന ഒരു കെട്ടിടം പണിയാനാണ് പറഞ്ഞത്. ആകാശത്ത് മുട്ടുന്നത്, ചെന്ന് മുട്ടാൻ ആകാശം എന്ന് പറയുന്നത് ഒന്നും മേളിലില്ല എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്നതായി പറയുന്നത്? എഴുതിയിരിക്കുന്ന പദം അതല്ല. എബ്രായയിൽ എഴുതിയിരിക്കുന്ന പദം ആകാശത്ത് കറങ്ങുന്ന കറുത്ത മേഘങ്ങളുടെ മീതെ വ്യാപരിക്കുന്ന മാന്ത്രിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടാവുന്ന ആ ശക്തിയെ ആകർഷിക്കാൻ. ആകാശത്ത് കറുത്ത മേഘങ്ങളുടെ മുകളിൽ കറങ്ങുന്ന മാന്ത്രിക ശക്തികളാൽ ആകർഷിക്കപ്പെടാവുന്ന ആ ശക്തിയെ ആകർഷിച്ച് ഭൂമിയിൽ കൊണ്ടുവരാൻ, പിശാചിൻ്റെ കയ്യിൽ ഭരണം തിരികെ ഏൽപ്പിക്കുവാൻ ഈ നിമ്രോദിനെ അവൻ കയ്യിലെടുത്തു. നിമ്രോദ് ഗോപുരം പണിയാൻ തീരുമാനിച്ചു. നിമ്രോദിൻ്റെ ഗോപുരം പണി കാണാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഭൂമിയിൽ ഒരു കെട്ടിടം പണി കാണാനും സ്വർഗത്തിലെ ദൈവം വന്നിട്ടില്ല. എന്തുകൊണ്ട് നിമ്രോദിൻ്റെ കെട്ടിടം കാണാൻ മാത്രം വന്നു, വേറൊരു കെട്ടിടത്തിന് വന്നിട്ടില്ല? ഇത് നടന്നാൽ ദൈവരാജ്യം പിന്നെ ഈ ഭൂമിയിലില്ല. അതിനെ ടോപ്പിൾ ചെയ്ത് അട്ടിമറിച്ച് പൈശാചിക സാമ്രാജ്യം കൊണ്ടുവരാനാണ്. യഹോവ ഇവിടെ വന്ന് അതിനെ ശാസിച്ചു, ഇവിടെ വന്ന് അതിനെ നിർമൂലമാക്കി. ഇതിൻ്റെ ഉയരം എന്നായിരിക്കും?
ആകാശത്ത് കറങ്ങുന്ന കറുത്ത മേഘങ്ങൾ 11 കിലോമീറ്റർ വരെ പോവും. ആകാശത്ത് കറങ്ങുന്ന കറുത്ത കാർമേഘങ്ങൾ ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നതാണ്. 11 കിലോമീറ്റർ വരെ പോവും. അങ്ങനെയാണെങ്കിൽ 11 കിലോമീറ്ററിലധികം ഉയരമുള്ള ഒരു ഗോപുരമാണ് അവൻ പണിയാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ നോ ഹൗ ടെക്നോളജി ആര് കൊടുത്തു? ഏത് എഞ്ചിനീയർ കണ്ടുപിടിച്ചു? ഇത് കാലം എന്നാ? എത്ര വർഷങ്ങൾക്ക് മുമ്പാ? നിശ്ചയമായും ഏലിയൻസ്, പൈശാചിക ശക്തികൾ തന്നെയാണ് ആ ടെക്നോളജി കൊണ്ടുവന്നത്. അവർ കൊണ്ടുവന്ന ടെക്നോളജിയിലാണ് അവർ ഈ സൈനുകൾ കൊണ്ടുവരുന്നത്. ഇത് കുറച്ച് ഗോപുരങ്ങൾ തമ്മിലുള്ള കമ്പാരിഷനാണ്. വലുത് ചെറുത്, ചെറുതും വലുതുമായ ഗോപുരങ്ങൾ പോട്ട്. ഞാനവിടെ നിന്ന് മാറുക. ഈ ഏലിയൻ ശക്തികൾ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്ന കാലത്ത് ഞാൻ ഉണ്ടാക്കിയൊരു പടമാണ്. അതുകൊണ്ട് ഇത് ചേർത്തെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഇതിനകത്തൊരു അഡ്വർടൈസ്മെൻറ്റ് കിടപ്പുണ്ട്. നാസ കൊടുത്തിരിക്കുന്ന ഒരു പരസ്യമാണ്. നാസ കൊടുത്തിരിക്കുന്ന ഒരു പരസ്യം. ഏലിയൻസിനെ കണ്ടുപിടിക്കാൻ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാർ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 6 അക്ക ശമ്പളം കൊടുക്കാവുന്നു. നാസ നമ്മുടെ ഇവിടുത്തെ വാടക്കട എന്നിട്ട് പരസ്യമല്ല. നാസ കൊടുത്തിരിക്കുന്ന പരസ്യമാണിത്. ഏലിയൻസിനെ കണ്ടുപിടിക്കാൻ, വീണുപോയ ദൂതന്മാരെ കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ 6 അക്ക ശമ്പളം തരാം എന്ന് പറഞ്ഞാൽ $1,00,000 മുകളിൽ. 1 10 ഒറ്റ 10 100 1000 10000 ലക്ഷം. അതെ, $1,00,000 മുകളിൽ ശമ്പളം നിങ്ങൾക്ക് തരാം. ഇവരെ കണ്ടുപിടിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ വേണം. നാസയുടെ പരസ്യമായിരുന്നത്. ലൂസിഫർ സെറ്റപ്പ് ഹിസ് കൾച്ചർ ആൻഡ് കോളനി ബൈ മാർക്കിംഗ് പീപ്പിൾ ആൻഡ് പ്ലേസസ്. ഇനിയും തൻ്റെ കൾച്ചർ ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ടതിന് വേണ്ടി മനുഷ്യൻ്റെ മേലും സ്ഥലങ്ങളുടെ മേലും അവൻ്റെ മാർക്കിടുവാൻ അവൻ തീരുമാനിച്ചു. ഈ മാർക്കുള്ളത് എൻ്റേതാണ്, ഈ മാർക്കുള്ളത് നിൻ്റേതാണ്. യാക്കോബും അമ്മായിയപ്പനും തമ്മിൽ സംസാരിക്കുമ്പോൾ പുള്ളിയും മറുകുമുള്ളത് നിൻ്റെയാണെന്നും എൻ്റെയാണെന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇതുപോലെ മനുഷ്യനെയും സ്ഥലങ്ങളെയും മാർക്കിട്ട് വേർതിരിക്കുവാൻ അവൻ തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഈ വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ ആ മാർക്കിടാൻ തീരുമാനിച്ചു. അതിനകത്ത് ഇന്ന് നിലവിലുള്ള ചിലത്: 1 ബോഡി കളറിങ്, ശരീരത്തെ വിവിധ വർണ്ണങ്ങൾ തേക്കുക, പച്ച കുത്തുന്നത് അതിൻ്റെ ഭാഗമാണ്. 2 റൈറ്റിംഗ് 666 എന്ന പിക്ചർ എഴുതി വെക്കുക. 666 എന്ന് പറഞ്ഞാൽ സിമ്പിൾ 666 എന്ന് എഴുതണമെന്നില്ല. ഒരുപാട് രീതികളിൽ 666 എന്ന് വരുന്നുണ്ട്. ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന ഗൂഗിൾ 666 ചേർത്ത് എഴുതിയതാണ്. അത് വിശദീകരിച്ചാൽ 666ൻ്റെ 3 കോമ്പിനേഷൻസ് കാണാം. നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ പലതും നമ്മൾ കുടിക്കാറില്ല. ഭൂമിയിൽ അവൈലബിളായ ഡ്രിങ്ക്സിൽ പലതും വെറും സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹാർഡ് ഡ്രിങ്ക്സ് അല്ല. 666ൻ്റെ ഫിഗർ ഉള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മുദ്രകൾ, സീലുകൾ എല്ലാം 666ൻ്റെ വകഭേദങ്ങളാണ്. 666 ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ബോഡി പിയേഴ്സിങ്, ശരീരം കിഴിക്കുന്നത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പെടുന്നതല്ല. ആ ശരീരം കിഴിക്കുന്നത് ബോഡി പിയേഴ്സിങ്. ഞാൻ ഇപ്പം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ദയവ് ചെയ്ത് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനിതങ്ങോട്ട് തെളിയിച്ച് കാണിച്ചേച്ചേ നിർത്തത്തുള്ളൂ. ഇതെനിങ്ങനെ പറഞ്ഞേച്ച് നിർത്തത്തില്ല, തെളിയിച്ച് കാണിച്ചേച്ചേ നിർത്തത്തുള്ളൂ. ഒരാളെങ്കിലും മനസ്സാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോയാൽ നല്ലത്. അതുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി വരുവാൻ കർത്താവ് നമുക്കൊരു കൃപ തരട്ടെ. ബോഡി മോഡിഫിക്കേഷൻ, ശരീരഭാഗങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തു കളയുക. നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഒക്കെ നടക്കുന്നതാണ് ബോഡി മോഡിഫിക്കേഷൻസ്. സിംബൽസ്, എന്തിൻ്റെയാണെന്ന് അറിയാൻ വയ്യാത്ത സിംബലുകൾ സ്വന്തം ശരീരത്ത് കൊണ്ടിടുക, അടയാളങ്ങൾ, മാർക്കുകൾ കൊണ്ടിടുക. ക്രോപ്പ് സർക്കിളിലേക്ക് പോയേ പറ്റുമോ? നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ക്രോപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്നതാണെന്ന്. ഭൂമിയെ പിശാച് മാർക്ക് ചെയ്യുന്നുണ്ട്, ഇതെൻ്റെയാണെന്ന്. ഇന്ന് ഈ മുന്നിൽ കിടക്കുന്ന ഈ പാകളിലൊക്കെ ഓരോ പടങ്ങളുണ്ട്. ഈ മുന്നേ കിടക്കുന്ന പാകളിലൊക്കെ ഓരോ പടങ്ങളുണ്ട്. നമ്മുടെ കർട്ടനുകളിൽ പടമുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഒരു പായോ കർട്ടനോ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എങ്ങനെയായാലും 1 മണിക്കൂർ അതിൻ്റെ മണ്ടയ്ക്ക് ചിലവഴിച്ച് ഇതിൽ എന്നെ പടമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വാങ്ങിക്കത്തുള്ളൂ. കാര്യം എനിക്ക് നിങ്ങൾക്കും കൊള്ളുകയില്ലാത്ത പലതുമാണ് പലതേലും വരച്ചു വെച്ചിരിക്കുന്നത്. പല അന്യായ ശക്തികളുടെയും പട്ടികോൾ ചിഹ്നങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. ഞാനൊരു കൊച്ചു ഉദാഹരണം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരിക്കൽ നമ്മുടെ ചർച്ച ചോദിച്ചതാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി വിവാഹം ആലോചിക്കാനായിട്ട് 2 പേര് വീട്ടിൽ വന്നെന്നിരിക്കട്ടെ. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ് അവൾ പെട്ടെന്ന് വന്നപ്പോൾ ഒരു മിന്ന് ഓൾറെഡി കെട്ടിയിട്ടുണ്ട്. അത് ഞാൻ ചുമ്മാ കെട്ടിയതാന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചുമ്മാ അങ്ങ് കെട്ടിയതാ. അല്ല കുഞ്ഞെ, ഇതിൻ്റെ പുറകിൽ ഏതാണ്ട് കഥയുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈശാചിക മാർക്ക് മോതിരം ഇട്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ കിട്ടുന്നേളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും സമ്മതിക്കത്തില്ല.
എന്തുകൊണ്ട് ഈ ചിഹ്നം വന്നു? 7 പ്രാവശ്യം തിരിഞ്ഞ് ആലോചിക്കുന്നുള്ള മുമ്പേ ഞാൻ കാണിച്ച ചിഹ്നങ്ങളിൽ ഒന്നായിരിക്കും വരുന്നത്, അതിൻ്റെ വെളിയിലൊന്നും വരത്തില്ല. ഓക്കെ, ഈ പടത്തിലേക്ക് തിരിച്ചു വന്നു. ഇതിനകത്ത് 11 എണ്ണമേ എൻ്റെ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ആദ്യത്തെ കാണുന്ന ഈ ഒരു പടം ക്യാപ്പുകളിൽ, ഷൂസേൽ, ടീഷർട്ടിൻ്റെ പുറകിൽ ഒക്കെ ചുമ്മാ അടിച്ചിരിക്കുന്നതാണ്. പക്ഷെ ചുമ്മാ അടിച്ചിരിക്കുന്ന എങ്ങനെ എൻ്റെ തലയിൽ കൊണ്ടുവെക്കുന്നത്? അതില്ലാത്തത് എനിക്ക് കിട്ടുമെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാച്ച്, എനിക്കൊരു വാച്ച് വാങ്ങിക്കണം. കഴിവുണ്ടെങ്കിൽ സിമ്പിൾ വാച്ച് ആയിരിക്കണം. കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് കൊണ്ട് നല്ല ഫ്രെയിം, നല്ല ഡയൽ അല്ലെങ്കിൽ കാണാനൊക്കത്തില്ല. അപ്പോൾ സിമ്പിളായിട്ടും സമയം തെറ്റാത്തതും നല്ല ഡയലുള്ളതുമായ ഒരു വാച്ച് നോക്കി എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങനെയായാലും 4 ദിവസം മെനക്കെട്ട ശേഷമാണ് ഒരെണ്ണം എനിക്ക് കിട്ടുന്നത്. കാര്യം എന്തെങ്കിലും ഒരു വികൃത പടം എവിടെയെങ്കിലും കാണും. എനിക്കത് വേണ്ട. എനിക്കൊരു ദൈവ പൈതലായി എൻ്റെ ആയുസ് അസ്തമിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ താല്പര്യം. ഞാനത് ഇപ്പം വിശദീകരിക്കുന്നില്ല. ഈ 11 പടങ്ങളാണ് 12 പടങ്ങളാണ് ആ ഗോപുരത്തിൻ്റെ മുകളിൽ വെക്കാൻ തീരുമാനിച്ചത്. ചിഹ്നങ്ങളോട് മനുഷ്യനും ഏലിയൻസിനും ഒരുപോലെ താല്പര്യമുണ്ട്. ഞാനൊരിക്കൽ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നു. ഒരു വലിയ കോമ്പൗണ്ടിൽ. സത്യത്തിൽ ഞാൻ തലേ ദിവസം ചെന്ന് എൻ്റെ പരീക്ഷാ ഹോൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. എനിക്കത് ഒത്തില്ല. ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുക. അതുകൊണ്ട് കൃത്യം പോലെ പരീക്ഷ നടക്കുന്ന അന്ന് രാവിലെ പരീക്ഷാ ഹോളിൽ എത്തത്തക്കതുപോലെയാണ് എനിക്ക് അവധി കിട്ടിയത്. അതനുസരിച്ച് ഞാൻ ചെന്നു. IITയുടെ ഒരു വലിയ ഒരു കോമ്പൗണ്ടിനകത്താണ് ഞങ്ങൾക്ക് ചെന്ന് കയറിയത്. ഇതിനകത്ത് ഈ ഇന്ന നമ്പറുള്ള ഹാളിനകത്താണ് എൻ്റെ നടക്കുന്നത്, എൻ്റെ പരീക്ഷ. ഞാനൊരു 50 പേരോട് ചോദിച്ചിട്ട് ഒരൊറ്റയാളിന് പോലും കാണിക്കാൻ പറ്റില്ല. ആരും എൻ്റെ കൂടെ നിന്ന് മെനക്കെട്ട് തന്ന് കാണിച്ചു തരാൻ തയ്യാറല്ല. അതിലേ അങ്ങോട്ട് പോകാൻ പറയും. ഒന്ന് നിന്ന് ഈ സ്ഥലം കാണിച്ചു തരാൻ. ഒടുവിൽ 1/2 മണിക്കൂർ മാത്രം ശേഷിച്ചു. ഞാനങ്ങ് വിഷമിച്ചു. ഞാൻ എങ്ങനെ സ്ഥലം കണ്ടുപിടിക്കും? അന്നേരത്താണ് എയർഫോഴ്സ് യൂണിഫോമിൽ തേണ്ട ഒരാൾ കയറി വരും. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനും എയർഫോഴ്സുകാരനാണ്. ഞാൻ അടുത്ത് എന്നിട്ട് ഗുഡ് മോർണിംഗ് പറയാച്ച് പറഞ്ഞു, ഞാൻ ഇന്നാരാ എയർഫോഴ്സിൽ. നിനക്കെന്നാ വേണം? ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന ബിൽഡിംഗ് കാണിച്ചു. അദ്ദേഹം എന്നെ കൊണ്ട് കാണിച്ചു തന്നു. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എയർഫോഴ്സുകാരനാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇന്ത്യക്ക് വെളിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു നാഷണൽ ഫ്ലാഗ് അവിടെ ഉയർന്നു നിൽക്കുന്നത് കണ്ടാൽ, എംബസി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്ഥാപനം അവിടെ കണ്ടാൽ ഞാനതിനെ സല്യൂട്ട് ചെയ്യും, ഞാനതിനെ സ്നേഹിക്കും. കാരണം എൻ്റെ രാജ്യത്തിൻ്റെ ഫ്ലാഗാണ്. ഇതുപോലെ സാത്താൻ്റേതായ ഫ്ലാഗുകൾ, അവൻ്റെ സിംബൽസ് കൊണ്ടുവെക്കുവാൻ അവൻ തീരുമാനിക്കുകയും ഈ കാണുന്ന 12 എണ്ണം അവിടെ കൊണ്ടുവെക്കുകയും ചെയ്തു. 11 ഉള്ളൂ, 12 എണ്ണം അവിടെ കൊണ്ടുവെക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് എൻ്റെ കൂടെ ഇരുന്ന മെഡിക്കൽ ഡോക്ടർ ഇറങ്ങി ഓടുന്നത്. അവനിൽ ബാധിച്ച ഭൂതശക്തികൾ അവനെ ആവാഹിച്ചതിനാൽ അവൻ പറഞ്ഞ്, ഈ ഗെയിം കളിക്കുന്നതിലെ ഇന്ത്യയിലെ ചാമ്പ്യനാണ് ഞാൻ. മുന്നോട്ട് പോയിക്കോട്ടെ. ഈ സമയത്ത് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിക്കുന്നൊരു ഭയങ്കര കാര്യമാണ്. നിമ്രോദ് ഭയങ്കര മിടുക്കനായി ഭൂമി മുഴുവൻ കൈയടക്കാൻ വരിക. ഈ സമയത്ത് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി, ഒരു ദിവസം കൊണ്ടല്ലത്, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്ക് തരാം. വേറൊരു ഭാഷയിൽ ദൈവം ജനത്തെ 2ആയി തിരിച്ചു. ഒന്ന് അബ്രഹാം, മറ്റേത് ജാതികൾ. ഈ മുമ്പേ ഞാൻ കാണിച്ച 12 സൈനുകൾ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് അതിനെ ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയുടെ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഒരുമിച്ച് കൂടിയവരെ, ലോകാരംഭത്തിന് മുന്നമേ തന്നെ ജാതികളെന്ന പേര് പൈശാചിക ശക്തികൾക്കുള്ളതാണ്. ജാതികളെന്ന പേര് വീണുപോയ ദൂതന്മാർക്കുള്ളതാണ്. അവരെ ആരാധിക്കുവാൻ വന്ന ജനത്തെ ജാതികൾ എന്ന് ദൈവം വിളിച്ചു. ആദ്യമായി ജാതികൾ എന്ന് ബൈബിളിൽ കാണുന്നത് ഈ ഗോപുരത്തിങ്കിലാണ്, ബാബേൽ ഗോപുരത്തിങ്കിലാണ്. ദൈവം അവരെ ജാതികൾ എന്ന് വിളിച്ച് തള്ളി. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ പുറകെ വാ, നിൻ്റെ കയ്യിൽ ഞാൻ അധികാരം തരാം. പക്ഷെ നീ എൻ്റെ പുറകെ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ നിനക്ക് കൽപ്പനകൾ തരും. എൻ്റെ കൽപ്പന അനുസരിക്കാത്തവനെ കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊന്നേക്കണം. അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേട്ടേ പറ്റൂ. എൻ്റെ കൾച്ചർ കൊണ്ടുവന്നേ പറ്റൂ. എൻ്റെ സംസ്കാരം സ്ഥാപിച്ചേ പറ്റൂ. മറ്റവൻ്റെ സംസ്കാരത്തെ കുറച്ചും എൻ്റെ സംസ്കാരത്തെ കുറച്ചും കൂടെ പറ്റത്തില്ല. അവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊന്നേക്കണം. മോശയുടെ കാലത്താണ് ഈ കൽപ്പനകൾ വരുന്നത്. അതിനു മുൻപേ കൽപ്പനകൾ വന്നില്ല. അന്നാണ് പ്രമാണം എഴുതി കൊടുക്കുന്നതും. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതിയോട് അടുത്തത് ഈ ഭൂമിയുടെ എന്തും വേണ്ടും ഭാഗം അബ്രഹാമിന് കൊടുത്തു കാണുമെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കണക്കനുസരിച്ച് ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ഇസ്രയേലിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന അത്രയും സ്ഥലമെടുത്ത് അതിൻ്റെ ഏരിയ എടുത്താൽ
ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗമേ ഉള്ളൂ. മുഴുഭൂമിയെ 25 ലക്ഷം ഭാഗങ്ങളായി കഷണിച്ചാൽ അതിൽ ഒരു കഷണം അബ്രഹാമിന് കൊടുത്തേച്ച് പറഞ്ഞ് ഇത് മതി, ഇതിനകത്തുനിന്ന് എൻ്റെ പുത്രൻ ജനിക്കും, ഇതിനകത്തുനിന്ന് ഞാൻ ഭരണം ഏറ്റെടുക്കും, ഇതിനകത്തുനിന്ന് ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കും, ഇതിനകത്തുനിന്ന് ഞാൻ നിൻ്റെ സന്തതിയെ വളർത്തും, നിനക്കിത് മതി. പക്ഷേ ഇത്രയും സ്ഥലത്ത് നീ താമസിക്കുമ്പോൾ എൻ്റെ പ്രമാണമാണ്. അത് ലംഘിക്കുന്നവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊന്നിരിക്കണം, അവനെ പിന്നെ ഇതിനകത്ത് കാണരുത്, തൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളയണം. ദൈവം അബ്രഹാമിനെ വിളിച്ച് ആ പ്രമാണങ്ങൾ കൊടുത്തു. തുടർന്ന് അബ്രഹാമിൻ്റെ സന്തതിക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം പ്രമാണങ്ങൾ രണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് അടുത്ത് നിന്നോട്ടെ, എന്തെങ്കിലും വായിക്കാനൊക്കത്തുള്ളൂ. അബ്രഹാമിൻ്റെ സന്തതിക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം പ്രമാണങ്ങളാണിത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സെപ്പറേഷൻ, ഉൽപ്പത്തി പുസ്തകം 12-ൽ നിൻ്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ടുമാറേണം. സെപ്പറേഷൻ. ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ച ദൈവം അബ്രഹാമിനെ തൻ്റെ സ്വജനത്തിൽ നിന്ന് വേർതിരിച്ചു. 2, ഉൽപ്പത്തി പുസ്തകം 17-10 നീ പരിച്ഛേദനയാചരിക്കണം, പരിച്ഛേദനയുടെ പ്രമാണം. 3, ലേവ്യ പുസ്തകം 19, ഇനിയുള്ള മിക്കവാറും ലേവ്യർ 19 ഇന്ന്. ലേവ്യ പുസ്തകം 19-4 നീ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. ലേവ്യ പുസ്തകം 19-26 ഡു നോട്ട് ഈറ്റ് ബ്ലഡ്, നീ രക്തം ഭക്ഷിക്കരുത്. ലേവ്യ പുസ്തകം 29-26 ഡു നോട്ട് യൂസ് എൻചാൻമെൻറ്റ്, നീ എന്തുവാ മന്ത്രവാദങ്ങൾ ചൊല്ലരുത്, ഇങ്ങനെ ചാൻഡ് ചെയ്യാൻ പാടില്ല, ആവർത്തിച്ച് മന്ത്രം പറയാൻ പാടില്ല. 26-26 ഡു നോട്ട് ഒബ്സർവ് ടൈംസ് ആൻഡ് സീസൺ, നീ കാലങ്ങളെയും സമയങ്ങളെയും നോക്കരുത്, എല്ലാ സമയവും എനിക്കൊരുപോലെ എന്ന് പറഞ്ഞാൽ മുഹൂർത്തം നോക്കരുത്. ഡു നോട്ട് ഒബ്സർവ് ടൈംസ് ആൻഡ് 19-27 ഹെയർ സ്റ്റൈൽ ആൻഡ് ഷേവിങ് സ്റ്റൈൽ, നീ ജാതികളെപ്പോലെ താടിയുടെ അറ്റം വികൃതമാക്കരുത്, ജാതികളെപ്പോലെ തലയുടെ അറ്റം വടിക്കരുത്. നിൻ്റെ ഹെയർ സ്റ്റൈലും നിൻ്റെ ഷേവിങ് ശൈലിയും ദൈവത്തിൻ്റെ കൾച്ചറിലായിരിക്കണം, പൈശാചിക കൾച്ചറിൽ പോകാൻ പാടില്ല, അത് ഞാൻ അംഗീകരിക്കുകയില്ല. അടുത്തത് ഡു നോട്ട് പിയേഴ്സ് യുവർ ബോഡി, 19-28 നിൻ്റെ ശരീരത്ത് കിഴുത്ത ഉണ്ടാക്കരുത്, കാര്യം ലൂസിഫർ ചെയ്യിച്ചതാണ്, നിൻ്റെ ശരീരത്ത് കിഴുത്ത ഉണ്ടാക്കരുത്. ഡു നോട്ട് ടാറ്റു യുവർ ബോഡി, ശരീരത്ത് പച്ച കുത്തരുത്. 28-ൽ ഡു നോട്ട് ടാറ്റു യുവർ ബോഡി. 19-29 ഡു നോട്ട് ഇൻഡൽജ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ, വ്യഭിചാരത്തിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. ഡു നോട്ട് സീക്ക് ഔട്ട് ഫെമിലിയർ സ്പിരിറ്റ്സ്, കുലദൈവങ്ങളെ വെച്ച് ആരാധിക്കരുത്, കുലദൈവങ്ങളുമായുള്ള ബന്ധം പാടില്ല. ഡു നോട്ട് സീക്ക് ഔട്ട് ബ്ലാക്ക് മാജിക്സ് ആൻഡ് വിസാർഡ്സ്, നീ മന്ത്രവാദിയെയും ക്ഷുദ്രപ്രയോഗക്കാരനെയും അന്വേഷിക്കരുത്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്ന് നീണ്ട ഭാഗങ്ങൾ. എന്തുകൊണ്ട്? ഞാൻ മുമ്പേ പറഞ്ഞില്ല, തെളിയിക്കാതെ ഞാൻ പോകത്തില്ലെന്ന്. എന്തൊക്കെ കാര്യങ്ങൾ ലൂസിഫർ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ചോ അത്രയും കാര്യങ്ങൾ ലേവ്യ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞു പോകരുത്. ഭൂമിയെ 25 ലക്ഷം ഭാഗങ്ങളായി ഞാൻ തിരിക്കുക, അതിലെ ഒരു ഭാഗമാണ് നിൻ്റെ തരുന്നത്. ആ ഒരു ഭാഗത്ത് നീ താമസിച്ചുകൊണ്ട് ഞാൻ പറയുന്ന പ്രമാണങ്ങൾ അനുസരിച്ചാൽ സർവ്വഭൂമിയിലും നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം ഉണ്ടാകത്തില്ല. ഞാനൊരു പ്രത്യേക ഉദാഹരണം അതിനുപയോഗിക്കാം. ഒരിക്കൽ സിംഗപ്പൂരിലായിരുന്ന ഒരു സമയത്ത് അവിടുത്തെ ജോസഫ് പ്രിൻസിൻ്റെ ചർച്ചിൽ ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. ആ മീറ്റിങ്ങിന് ഞാനിവിടെ പ്രസംഗിച്ചു. ജോസഫ് പ്രിൻസ് ഇന്നത്തെ ജോസഫ് പ്രിൻസ് അല്ല, അയാൾ വിശ്വാസത്തിൽ നിന്ന് വീഴുന്നതിന് മുമ്പേ അങ്ങനെ പിന്നെ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് കേട്ടു, മടങ്ങി വന്നുകൊണ്ടിരിക്കുക എന്ന് കേട്ടു. ദൈവത്തിന് സ്തോത്രം. വളരെ ശക്തമായി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇടക്കാലത്ത് ഈ വഴികെട്ട ഗ്രേസ് തിയോളജിയിൽ അകപ്പെട്ട് നശിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ അത് പൊതുവെ നന്നായി പോയിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം മടങ്ങി വരുന്നുവെന്നും തൻ്റെ പല തെറ്റായ പ്രസ്താവനകളും അമെൻഡ് ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം നന്നായി വരാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു പ്രസംഗത്തിന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പ്രസംഗിച്ചേച്ച് ഇരുന്ന് കഴിഞ്ഞ ഉടനെ ഒരു മുസ്ലിം കൺവേർട്ടായ ഒരു സഹോദരൻ എൻ്റെ അടുക്ക വന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നു, കൺവേർട്ടാ. അദ്ദേഹം എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ഇസ്രയേലിനോട് ഭയങ്കര സ്നേഹമുള്ള പുള്ളികളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. ഞാൻ ഇസ്രയേലിനോട് ബന്ധപ്പെട്ടതൊന്നും എൻ്റെ വീട്ടിൽ കയറ്റിയല്ല. ഞങ്ങൾ തമ്മിൽ 2-3 മിനിറ്റ് സംസാരമുണ്ടായി. 2-3 മിനിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൽ, സാറേ, ഇസ്രയേലിനോടുള്ള വൈരാഗ്യത്തിൽ നിന്ന് ഇസ്രയേലിനോട് ബന്ധപ്പെട്ടതൊന്നും താൻ ഉപയോഗിക്കത്തില്ലെന്ന് തൻ്റെ വീട്ടിൽ കയറ്റുകയെന്ന് പറഞ്ഞത് സത്യമാണോ? ആ സത്യമാണ്. എന്നുവെച്ചാൽ തൻ്റെ വീട്ടിൽ പേന കയറ്റുമോ? അയാളുടെ പോക്കറ്റിലുണ്ട് ഒരെണ്ണം.
കയറ്റും. ഞാൻ പറഞ്ഞു ഇത് കണ്ടുപിടിച്ച ഒരു ഇസ്രായേലി ശാസ്ത്രജ്ഞനാടാ, ഒന്ന് ഒഴിവാക്കാവോ? താൻ വസ്ത്രം ധരിക്കോളൂ, തുണിമില്ല് കണ്ടുപിടിച്ചത് ഇസ്രായേലി ശാസ്ത്രജ്ഞനാ. താൻ കാറിൽ കയറുമോ, IC എഞ്ചിൻ കണ്ടുപിടിച്ചത് ഇസ്രായേലി ശാസ്ത്രജ്ഞനാ. തൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ഇസ്രായേലി ശാസ്ത്രജ്ഞനാ. തൻ്റെ വീട്ടിൽ ബൾബുണ്ടോ, ബൾബ് കണ്ടുപിടിച്ചത് ഇസ്രായേലി ശാസ്ത്രജ്ഞനാ. തൻ്റെ വീട്ടിൽ ടെലിഫോൺ ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ കണ്ടതല്ല ഇസ്രായേലി ശാസ്ത്രജ്ഞനാ. ഇയാൾ എന്നോട് പിണങ്ങി ഒരു പോക്കും വെച്ചു കൊടുത്തു. ദൈവത്തിന് അബ്രഹാമിനോട് പറയാനുള്ളത് 25 ലക്ഷത്തിലൊന്ന് മതി മോനെ, ഞാൻ പറയുന്ന പോലെ നടാ, ഞാൻ പറയുന്ന പോലെ നടാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേർ ഞാൻ വലുതാക്കും, നീ ഭൂമിക്കൊരനുഗ്രഹമായിരിക്കും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കും ദൈവ പൈതലേ, ദൈവത്തെ അനുസരിക്ക്, നിങ്ങൾ ഭൂമിക്ക് അനുഗ്രഹമായിരിക്കും. ഞാൻ മുന്നോട്ട് മാറട്ടെ. 12 കൂട്ടം കാര്യങ്ങൾ, ദ 12 ഗോൾഡൻ ലോസ് എന്നാണ് ഞാനതിന് പേരിട്ടത്. ആ 12 നിയമങ്ങൾ ദൈവം അബ്രഹാമിൻ്റെ സന്തതിക്ക് വേണ്ടി നൽകി. On earth Lucifer settles his culture by colony, by marking people and places. കണ്ടിന്യൂ ചെയ്യുകയാണ്. ആളുകളെയും ജനത്തെയും സ്ഥലത്തെയും മാർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ചില ഭാഗങ്ങളിലേക്ക് ഇറങ്ങട്ടെ. തേണ്ട് ഈ കാണുന്നത് 2 സുവിശേഷകന്മാരാണ്. നിൻ്റെ താടി വികൃതമാക്കരുതെന്നുള്ള വാക്യം വായിച്ചവനാണ് തണ്ടി വലത്തുവശത്തിരിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇവൻ പ്രവചനം പറയും, ഇവൻ രോഗശാന്തി നടത്തും, ശരീരം കിഴിക്കരുതെന്ന് പറഞ്ഞിടത്താണ് ഈ തൂക്കിയിരിക്കുന്നത്. ഇതേതാത്മാവായിരിക്കാം? അരുത് എന്ന് കൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവാണോ, വേറെന്തേലും ആയിരിക്കുമോ? തൻ്റെ ഇടത്തുവശത്ത് ശരീരത്തിൽ ടാറ്റു കുത്തരുതെന്ന് പറഞ്ഞിടത്ത് പച്ച കുത്തി തന്നെയാണ് അവൻ നിൽക്കുന്നത്. അവൻ്റെ മുഖത്ത് നോക്കി വികൃതി കാണണമെങ്കിൽ ഇവരൊക്കെ ഉഗ്ര പ്രവാചകന്മാരാ. ഏതാത്മാവിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാവുന്നവൻ വിധിക്കട്ടെ. താടി വികൃതമാക്കരുത്, എവനും സുവിശേഷകനാ. അവൻ്റെ ആർഗ്യുമെൻ്റ് അതുപോലുള്ളവരെ നേടാൻ ഞാൻ അങ്ങനെ എന്നിട്ട് ആരെ നേടിയിടവുകയെ. നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുമായിരുന്നു, ഞാൻ പരസ്യയോഗം നടത്തി നടക്കുകയാണ്, അങ്ങ് നേടുക. എന്നിട്ട് എന്ത് നേടിയതെല്ലാം കൂടെ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു 50 എണ്ണത്തെ കാണിക്കാനുണ്ടോ? ഇല്ല. 5 എണ്ണത്തെ ഉണ്ടോ? അതുമില്ല. പിന്നെ കിട്ടിയ കാശ് വാങ്ങി വിഴുങ്ങി. ഇവനും സുവിശേഷകനാ. ഏതാത്മാവിൽ? നീ വായിച്ച വേദപുസ്തക വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവികമാണെന്ന് വിശ്വസിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പുരിയം വടിക്കരുത്, എടുത്തു പറയുന്നതാ. പുരിയം വടിക്കരുത്. ഇത് സ്ത്രീയല്ല, പുരുഷനാ. സ്ത്രീകൾ മാത്രം പുരിയം വടിച്ചതുകൊണ്ടായില്ല പിശാചിന് തൃപ്തിയാകുന്നില്ല. എനിക്കും വേണം. യവനും സുവിശേഷകനാ. ഞാൻ ഇങ്ങനെയുള്ള സുവിശേഷന്മാരുടെ മാത്രം എടുക്കുന്നത്. പിശാചിൻ്റെ പുറകെ അക്ഷരീയമായി പോയവൻ പോയി, ഇതും അക്ഷരീയമായി പോയതാണ്. പക്ഷേ അത് പറയാത്തവൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് നോക്ക്, ഇത് ദൈവികമാണോ അതോ പൈശാചികമാണോ? ഇവൻ്റെ മേൽ പിശാച് മുദ്രയിടുകയല്ലേ? 666 മുദ്ര നെറ്റുമേൽ വരുമെന്നൊരു കണക്കുണ്ട്. അതിന് തുല്യമല്ലേ ഇതുവരെ നിങ്ങൾ കണ്ടത്? അതിന് തുല്യമല്ലേ ഇതുവരെ കണ്ടത്? ഇതുകൊണ്ടാണ് ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടുവാൻ ഇന്നും കഴിയാതെ കിടക്കുന്നത്, ലോകം തകരുന്നത്. കയ്യിൽ 666 വെക്കാം എന്ന് പഠിപ്പിച്ചു. അത് നടക്കുന്നു, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെയിലും വരും. ഇത് ശരീരത്ത് വെക്കുന്ന ഒരു ചിപ്പാണ്. ഈ ചിപ്പിനെ കുറിച്ച് 1-2 മിനിറ്റൂടെ പറയുമ്പോൾ, ഇത് തലയ്ക്കകത്താണ് വെക്കുന്നത്. തലയ്ക്കകത്താണ് ചിപ്പ് വെക്കുന്നത്. തലയ്ക്കകത്ത് ചിപ്പ് വെച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അയിരൂർ സ്വദേശിയായ, അയിരൂർ ഇതിനടുക്കല, അയിരൂർ സ്വദേശിയായ ഒരമ്മച്ചിയെ ഞാൻ UK വെച്ച് കണ്ടു. അവരുടെ നമ്പർ എഴുതിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് അവരെനിക്ക് നമ്പർ തന്നില്ല. അവരുടെ തലയ്ക്കകത്തൊരു ചിപ്പ് വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ആ ചിപ്പ് അവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് സാധാരണക്കാരനുള്ളതിൻ്റെ 1000 ഇരട്ടി മെമ്മറി അവർക്കുണ്ടെന്നാണ്. ഏതായാലും ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ അവർക്ക് അനുവാദമില്ല. കാര്യം ചിപ്പില്ലാത്തവരുടെ കൂടെ ഇരുന്നല്ലേ എഴുതേണ്ടത്. അതുകൊണ്ട് അവർ ജീവിതത്തിൽ അങ്ങ് നശിച്ചു. ചിപ്പ് വെച്ചത് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയാണ്. പക്ഷേ പൊതുജനത്തിന് നടുവിൽ ജീവിക്കാൻ UK ഗവൺമെൻറ് അനുവദിക്കുകയില്ല. കാര്യം 1000 ഇരട്ടി മെമ്മറിയാണ് അവർക്കുള്ളത്. ഇനി ഈ പർട്ടിക്കുലർ ചിപ്പിൻ്റെ പ്രത്യേകത, ഇതിനെത്ര 4.57 മൈക്രോമീറ്റർ കനമേ ഉള്ളൂ. അല്ലെ തലച്ചോറിനകത്ത് ഇത് ഒതുങ്ങുകയില്ല. അതുപോലെ കനക്കുറവാണ്. നീളവും വീതി എല്ലാം ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പ്രത്യേകത, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഈ പ്രത്യേകത പറയുന്നത്. ഇതിൻ്റെ അടുത്ത പ്രത്യേകത, ഇത്
ഒരു പെൺകുട്ടിയുടെ ഉദ്ദേശം 7-8 വയസ്സിൽ പെൺകുട്ടികൾക്കും, ആൺകുട്ടികളുടെ 10 വയസ്സിന് മുമ്പേ 9-10 വയസ്സിൽ ആൺകുട്ടികൾക്കും ഈ ചിപ്പ് ഫിക്സ് ചെയ്യും. പെൺകുട്ടികളുടെ ചിപ്പ് വേറെയാണ്, ആൺകുട്ടികളുടെ ചിപ്പ് വേറെയാണ്. ഒന്ന് തൊടാം. ഈ ചിപ്പിൻ്റെ ഒരു കൺട്രോൾ അവരുടെ ഫാമിലി ഡോക്ടറുടെ കയ്യിൽ കാണും. ഈ കൊച്ചന് ഒരു പെൺകുട്ടിയെ കണ്ടു അയോഗ്യമായൊരു താല്പര്യം തോന്നിയാൽ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ ബെല്ലടിക്കും. അവൻ്റെ ചിന്ത പോയി എന്ന്. ഒരു പെൺകുട്ടിയുടെ ചിന്ത മാറിയാൽ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ ബെല്ലടിക്കും. അവർ പെട്ടെന്ന് പേരൻസിനെ വിളിച്ച് പറയും ഇങ്ങനൊരു പേശ ഉണ്ടെന്ന്. ഞാൻ അടുത്ത വടിയിലോട്ട് പോകുക. ഇതിൻ്റെ സാധ്യതകൾ ഇത് ബ്ലോക്ക് ചെയ്യാൻ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിചാരങ്ങൾ ഡോക്ടറെ അറിയിക്കുന്നത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അടുത്തൊരു ഭാഗത്തോട്ട് പോകുക. വിവാഹിതരായ ഒരു കുടുംബം, അവിടുത്തെ ഭാര്യ ഈ ചിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കൺസീവ് ചെയ്താൽ, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിച്ചു, അവൾ ഗർഭിണിയായാൽ 1 മാസം കഴിഞ്ഞേ അവൾ അറിയത്തുള്ളൂ. 1 മാസം കഴിഞ്ഞേ അവൾ അറിയത്തുള്ളൂ മിനിമം. പക്ഷേ 4ാമത്തെ മണിക്കൂറിൽ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ ബെല്ലടിക്കും. നിൻ്റെ പേഷ്യൻ്റ് കൺസീവ് ചെയ്തിരിക്കുന്നു. അടുത്ത ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, എനിക്ക് തോന്നുന്ന 1 ദിവസത്തേക്ക് മുമ്പേ ആ കുട്ടിയുടെ അപ്രോക്സിമേറ്റായ രൂപം എഴുതി കൊടുക്കും. നീളം ഇത്രയും വരും, മുടിയുടെ നിറം എന്നതായിരിക്കും, കണ്ണിൻ്റെ നിറം എത്ര ആയിരിക്കും, കണ്ണിൻ്റെ കാഴ്ച ഇത്രയും കാണും. ഈ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കും. അവിടെ ഇട്ട് ബേബിയെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുക എന്നുള്ള പദം കുറച്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കറിയാം. ബേബിയെ എഡിറ്റ് ചെയ്യാം. എഡിറ്റബിൾ ബേബിയെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന സാധനമാണിത്. ഇത് ആരെങ്കിലും വിടുമോ വാങ്ങിക്കാതെ? എൻ്റെ കുഞ്ഞിൻ്റെ നിറം ഇച്ചിരൂടെ വ്യത്യാസപ്പെടുത്തണം, കൂട്ടാം. കണ്ണിൻ്റെ കാഴ്ച ഇച്ചിരൂടെ മാറ്റാം. എഡിറ്റബിൾ ബേബീസിനെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ചിപ്പാണിത്. ഇത് മനുഷ്യൻ്റെ തലച്ചോറിനകത്ത്. പക്ഷേ നമ്മളറിയാത്ത ഒരു കാര്യം, ചെകുത്താൻ സീൽ ചെയ്തു. എൻ്റെ വകയാ, ഞാനിതറിയുന്നില്ല. ഇതിൻ്റെ നന്മകൾ മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. കർത്താവ് പറഞ്ഞ് അതിൻ്റെ പുറകെ പോയാൽ കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊന്നേക്കണം, പിന്നെ അവനെ എനിക്ക് കൊള്ളത്തില്ല, അവൻ പോയതാണ്. DNA ബയോചിപ്പ് 2015 കണ്ടുപിടിച്ച ഇത് കേട്ടോ. 2015 കണ്ടുപിടിച്ചതാ. വർഷം 6-7 കഴിഞ്ഞു. ഇത് ക്രോപ്പ് സർക്കിൾസ് എന്ന് പറയും. ക്രോപ്പ് സർക്കിളിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? കയ്യൊന്ന് കണ്ടോട്ടെ. ക്രോപ്പ് സർക്കിൾസിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ ഇല്ല. UK ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും പ്രധാനമായിട്ട് ഇത് കണ്ടുവരുന്നു. വലിയ കൃഷിസ്ഥലങ്ങളുള്ളയിടത്ത് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചിത്രം പ്രത്യക്ഷപ്പെടും. അതിലൊന്നാം ചിത്രമാണിത്. ക്രോപ്പ് സർക്കിൾ എന്നതിനെ വിളിക്കും. ഇത് വിളഞ്ഞു നിൽക്കുന്ന കോതമ്പ് കത്രിക കൊണ്ട് കത്രിച്ചെടുത്തതുപോലെ ഈ ഷേപ്പിൽ വരും. പിന്നെ കൊയ്ത്ത് മിഷൻ അതിനകത്ത് കയറത്തില്ല. പിന്നെ കൈ കൊണ്ട് കൊയ്യാനേ ഒക്കത്തുള്ളൂ മിച്ചമുള്ളത്. ഇതുപോലുള്ള വലിയ രാജ്യങ്ങളിൽ 400-500 ഏക്കർ ഭൂമി ഒരുമിച്ച് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൊയ്ത്ത് മിഷൻ ഉപയോഗിക്കാതെ പറ്റത്തില്ല. ആ കൊയ്ത്ത് മിഷൻ കയറത്തില്ല. ക്രോപ്പ് സർക്കിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇതെല്ലാം ജോമെട്രിക്കൽ ഫിഗേഴ്സാണ്. എന്ന് പറഞ്ഞാൽ പഠിത്തമുള്ളവർക്കറിയാം, ഓരോ ഫിഗറിൻ്റെയും പുറകിൽ ഒരു ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷൻ കിട്ടിയ ഒരാൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇതുപോലെ ഒരു പിക്ചർ ഉണ്ടാക്കണമെങ്കിൽ 200 മെൻ അവർ വേണം. 200 പേർ 1 മണിക്കൂർ ഇരുന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലൊരു ചിത്രം വരും. ഈ ചിത്രം ഒരു ഗ്രൗണ്ടിൽ വരുവാൻ, ഫീൽഡിൽ ചുമ്മാ ഇൻ്റർനെറ്റിൽ കയറി ക്രോപ്പ് സർക്കിൾ എന്ന് സെർച്ച് ചെയ്യും, വേറെ ഒന്നും വേണ്ട. ഇതുപോലെ ഒരു പിക്ചർ ഏലിയൻസിന് ഉണ്ടാക്കിയിരിക്കുമ്പോൾ ചുമ്മാ നോക്കിയിരിക്കുന്നതിനിടയ്ക്ക് കയറി വരാൻ 4 മിനിറ്റ് എടുക്കുകയുള്ളൂ. 4 മിനിറ്റ് കൊണ്ട് ഈ ചിത്രമായിരിക്കും. രണ്ടാമത്തെ ക്രോപ്പ് സർക്കിൾ കാണിക്കാം. സോറി, ഇതിനൊരു വേറൊരു പ്രത്യേകത ഉണ്ട്, അതുകൂടെ പറഞ്ഞു വെച്ചു. ഓക്കെ, ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സാത്താനിക് ബൈബിളിൻ്റെ പുറത്ത്, സാത്താനിക് ബൈബിൾ എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്, സാത്താൻ്റെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ. അതിൻ്റെ പുറത്തൊരു മാർക്കുണ്ട്. അതിൻ്റെ റെസിപ്പോക്കലാണിത്. ഞാൻ പറഞ്ഞതെല്ലാം മാത്തമാറ്റിക്കൽ പിക്ചേഴ്സാണ്, ജോമെട്രിക്കൽ ഫിഗേഴ്സാണ്. അതിൻ്റെ റെസിപ്പോക്കലാണ് ഈ കാണുന്ന പിക്ചർ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് വരാം, ഇതുമായിട്ടുള്ള ബന്ധം. ഇതും വേറൊരു ക്രോപ്പ് സർക്കിളാണ്. ഇതും സാത്താന്യ ചിഹ്നം തന്നെയാണ്. വയലുകളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ്. വയലുകളെ പിശാച് മാർക്ക് ചെയ്യുക, ഇതെൻ്റേതാ. മനുഷ്യനെ മാർക്ക് ചെയ്തു, ഇതെൻ്റേതാ. ഞാനിതറിയുന്നില്ല, ഈ വയലിതറിയുന്നില്ല, വയലിതിന് ഉത്തരവാദിയല്ല, ഞാനിതിന് ഉത്തരവാദിയല്ല. പക്ഷെ ദൈവം ശിക്ഷിക്കുമ്പോൾ ശിക്ഷിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ ആളിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളുകയില്ല.
ക്രോപ്പ് സർക്കിൾ. അടുത്തതിലേക്ക് പോവുക. ഈ കാണുന്നത് മുഴുവനും വ്യത്യസ്ത ക്രോപ്പ് സർക്കിൾസാണ്. വ്യത്യസ്ത ക്രോപ്പ് സർക്കിൾസാണ് ഈ കാണുന്നത് മുഴുവനും വ്യത്യസ്ത ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. 2012 UK ഇതിൻ്റെ ബഹളമായിരുന്നു. UK കൃഷിക്കാർ അവസാനം UK ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. 40-50 ഏക്കർ, 4000-5000 ഏക്കർ കൃഷി ചെയ്ത് വെച്ച് ഞങ്ങൾ പോരും ഗോതമ്പ് വിളഞ്ഞു വരേണ്ടതിന് ലക്ഷക്കണക്കിന് പൗണ്ട് അവർ മുടക്കിയേ പറ്റൂ. കൊയ്യാൻ ചെല്ലുമ്പോൾ ക്രോപ്പ് സർക്കിൾ ഉള്ളത് കൊണ്ട് മെഷീൻ ഇറങ്ങാനൊക്കെയില്ല. ഭാരിച്ച നഷ്ടമാണ്, ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അനേകർ കൃഷിയിൽ നിന്ന് മാറി നിന്നു. UK ഗവൺമെൻറ് അന്നൊരു പ്രസ്താവന ഇറക്കി, കൃഷി വേണ്ടവൻ ചെയ്യണം, ഞങ്ങളല്ല വരച്ചത്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മനുഷ്യനെയും മൃഗങ്ങളെയും ദേശത്തെയും, മൃഗങ്ങളെ ചെയ്യാനായിട്ട് നമ്മളെ ഉപയോഗിക്കുന്നത്. എൻ്റെ പശുവിൻ്റെ മണ്ടയ്ക്ക് എന്നാ മാർക്കിടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. പശുവിനും കാളയ്ക്കും മാർക്കുള്ളത് ഇഷ്ടം പോലെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പല ദൈവങ്ങളുടെ പേരിൽ, പല ശക്തികളുടെ പേരിൽ പലതിനെയും മാർക്കിട്ട് വിടുക. ഇതാണ് ഒടുവിലായി കണ്ട ഒരു മാർക്ക്. ഒടുവിലോട്ട് വന്ന് കണ്ടതിൽ ഒരെണ്ണമാണ് ദി എവർ സീയിങ് ഐ എന്നൊക്കെ ഇതിനെ വിളിക്കും. ലോകം മുഴുവനും കാണാൻ കഴിയുന്ന ഒരു കണ്ണാണ് എലിമിനാറ്റിയുടെ കണ്ണെന്ന് പറയും. എലിമിനാറ്റി എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? സാത്താനെ ആരാധിക്കുന്ന ആളുകൾ ഡയറക്റ്റായിട്ട് ആരാധിക്കുന്ന ദൈവങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് എലിമിനാറ്റി. എലിമിനാറ്റിയെക്കുറിച്ച് ഒത്തിരി പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇതൊന്നും തമാശല്ല ഞാനീ പറയുന്നത്. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ചിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പേര് ഇന്ന് വിട്ടുപോയി. ഇന്നവർ നമ്മുടെ ചർച്ചിൽ വരുന്നുമില്ല. അവർ ചർച്ചിൽ വരുന്നതിന് അവളുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര എതിരായിരുന്നു. വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ്. അവളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും അവളെ പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്നതിന് ഭയങ്കര വിരോധമായിരുന്നു. ഭർത്താവ് അരസമ്മതം മൂളിയതുകൊണ്ട് അവൾ ചർച്ചിൽ വന്നിരുന്നു. ഏതെങ്കിലും ഒരു വാക്യം വായിക്കാൻ പറഞ്ഞാൽ ആദ്യം വായിക്കുന്നത് ആ സഹോദരിയാണ്. ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ അത് അതുപോലെ അവിടെ മനസ്സിൽ എഴുതി വെച്ചു തിരിച്ചത് ആവർത്തിക്കാൻ കഴിയും. ഏറ്റവും ആത്മലോകത്തിൽ ഉയർന്നു നിന്ന ഒരാൾ. ഒരു ദിവസം ഒരവധിക്ക് അവളും ഭർത്താവുമായി നാട്ടിലോട്ട് പോയി. നാട്ടിൽ വന്ന് ഏതോ ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്തു. വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാൻ അവൾ തീരുമാനിച്ചു. ഭർത്താവിനോട് പറഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു എന്നോട് അങ്ങനെ പറയരുത്, എനിക്ക് പോകണം, കർത്താവ് എന്നെ വിളിച്ചതാണ്, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ബാംഗ്ലൂരിന് വരിക. ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിൽ ഇവിടുന്ന് 4:30 പോകുന്ന ഒരു ട്രെയിനുണ്ട് ബാംഗ്ലൂരിന്, ഐലൻഡ് എക്സ്പ്രസ് എന്ന് വിളിക്കും. ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു വികൃത രൂപം അവളുടെ മുമ്പിലോട്ട് വന്നു. ഒരു വികൃത ജീവി എന്ന് വെച്ച് പറഞ്ഞു, ഞാനാണ് എലിമിനാറ്റി, എന്നെ സേവിക്കാൻ നീ തയ്യാറാകുമോ അതോ നിൻ്റെ പെന്തിക്കോസ് കൂടെ പോകുമോ? അവൾ പറഞ്ഞു പിശാചേ പോ, ഞാൻ ദൈവത്തെ വിട്ടു പോകത്തില്ല. എന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കൈ കൊണ്ട് ഒരു ഓന്ത് പോലൊരെണ്ണം വന്നാ പറഞ്ഞ് അതിൻ്റെ ഒരു കൈ കൊണ്ടോ കാലുകൊണ്ടോ നടുവിന് ഒരു തട്ട് കെട്ടി. ബെഡ് നനങ്ങാനൊക്കത്തില്ല, എഴുന്നേക്കാനൊക്കത്തില്ല, വേദന കൊണ്ട് അതുപോലായി. ട്രെയിനിലെ മെഡിക്കൽ സപ്പോർട്ട് ആവശ്യപ്പെട്ടു, അതുകൊണ്ടൊന്നും നിവൃത്തിയില്ലാതെ വന്നു. പലരും ചേർന്ന് ആ സഹോദരിയെ എടുത്ത് ഇറക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്നുവരെയും സുഖമായിട്ടില്ല. ഞാൻ ഒരു കേസ് പറഞ്ഞതാണ്. ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ചിൽ വരുന്ന 25 വയസ്സുള്ള വേറൊരു മോന്, തികഞ്ഞ ആത്മീയനാ. ഇതുപോലുള്ള ചില്ലറ മിസ്റ്റേക്കൊക്കെ അവൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങ് കഴിഞ്ഞാൽ ചില മാർക്കും കുത്തുമൊക്കെ ഉണ്ട്. അതിൽ കവിഞ്ഞ് വലുതായിട്ടൊന്നുമില്ല. അവൻ്റെ ഇടുന്ന ഉടുപ്പയിലൊക്കെ കഞ്ഞൊക്കെ ചില മാർക്കൊക്കെ ഉണ്ട്. ഒരു ദിവസം ഇതുപോലെ തന്നെ കോളേജ് വിട്ട് വരുന്ന വഴിക്ക് ഒരു വികൃത രൂപം, അതൊരു ഓന്തിൻ്റെ രൂപമാണെന്ന് അവൻ പറയുന്നത്, അവനോളം വലിപ്പമുള്ള മോട്ടോർ സൈക്കിളിൻ്റെ മുന്നിൽ വന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് പേടിച്ച് മോട്ടോർ സൈക്കിളിൽ ബ്രേക്ക് ചെയ്തു. അടുത്ത് വന്നേച്ച് പറഞ്ഞു, ഞാനാണ് എലിമിനാറ്റി, എന്നെ സേവിക്കാൻ തയ്യാറാണോ? അവൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചേ. എന്നാൽ പിന്നെ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ഇങ്ങനൊരു തട്ട് കെട്ടി. അന്ന് മുതൽ മാനസിക രോഗിയാണ്. ഞാൻ മൂന്നാമതൊരു കേസും കൂടെ തൊടുക. 3-4 തൊട്ടേക്കാം. മൂന്നാമതൊരു കേസും കൂടെ തൊടുക. വേറൊരു മോൻ ഇന്നും ചർച്ചിലുണ്ട്. മറ്റൊരാരും പിന്നെ ചർച്ചിൽ വന്നിട്ടില്ല. ഒരു മോൻ ഇന്നും ചർച്ചിലുണ്ട്. അവൻ്റെ അടുക്കലും ഇതുപോലെ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ അസാമാന്യ ബുദ്ധിയുള്ള പിള്ളേരാണ്, സാധാരണക്കാർ പിള്ളേരല്ല, അസാമാന്യ ബുദ്ധിയുള്ളവരാ. പരീക്ഷയ്ക്കൊക്കെ 100-ൽ 100 മാർക്കും വാങ്ങിക്കുന്നവരാ. ഒരു കാര്യം ഒന്ന് കണ്ടാൽ മനസ്സിലാകുന്നവരാ. അസാമാന്യ ബുദ്ധി. ഈ മോനും ഇതുപോലെ മോട്ടോർ സൈക്കിൾ ഓടിച്ച് വരുമ്പോൾ അവൻ്റെ മുമ്പിൽ ഇതുപോലെ ഒരു ഓന്ത് വന്നു. ഞാൻ എലിമിനാറ്റിയാണ്, എന്നെ സേവിക്കാമെന്ന് ചൊക്കത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. ഒരു തട്ട് തട്ടി മോൻ്റെയും ബോധം പോയി.
ആ അമ്മ നേരെ പൊക്കി എൻ്റെ അടുക്ക കൊണ്ടുവന്നു. പാസ്റ്ററെ, എൻ്റെ മോൻ്റെ ബോധം പോയി, എന്തൊക്കെ പറയുന്നുണ്ട്, പിച്ചും പേയും ഒക്കെയാ. പാസ്റ്ററുടെ കൂടെ 2 ദിവസം താമസിപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു നിശ്ചയമായും പ്രാർത്ഥിക്കാം. ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ A to C അഴിച്ച് അവിടോട്ട് വെച്ചു. ചേച്ചി പറഞ്ഞു, എലിമിനാറ്റിയുടെ യാതൊരു മാർക്കും എനിക്ക് വേണ്ട, എൻ്റെ കൊച്ചൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. കൃപയാൽ ഒരാഴ്ച കൊണ്ട് ആ മോൻ എഴുന്നേറ്റു. കഴിഞ്ഞ ആഴ്ചയിലും റിസപ്ഷൻ ടീമിൽ അവനുണ്ടായിരുന്നു. എലിമിനാറ്റിയും ഞാനും തമ്മിൽ ബന്ധമില്ല, പിശാചും ഞാനും തമ്മിൽ ബന്ധമില്ല. എനിക്ക് ദൈവത്തിൻ്റെ വകയായി ജീവിക്കണം. ഏറ്റവും ഒടുവിൽ അത് പ്രത്യക്ഷപ്പെട്ട ആ ഫിഗറും കൂടെ കാണിച്ചു വെച്ച് നിർത്താം. തെണ്ടീതാ, ഇതൊരു ജോമെട്രിക്കൽ ഫിഗർ അല്ല. ഇതുവരെ കണ്ടതെല്ലാം ജോമെട്രിക്കൽ ഫിഗറാണ്. ഇത് ഒരു വയലിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. UK ഒരു വയലിൽ പ്രത്യക്ഷപ്പെട്ട, ഒന്നിൽ പ്രത്യക്ഷപ്പെട്ട പിന്നെ അങ്ങ് വരും. ഇതും വയലിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇത് കണക്കറിയാവുന്നവർക്ക് വായിക്കാൻ കഴിയും പോലും. എനിക്കിതിൻ്റെ എങ്ങനെ വായിക്കണമെന്നറിയത്തില്ല, എവിടുന്ന് വായിക്കണമെന്നറിയത്തില്ല. വായിച്ചു പറയുന്നത് ഇതിനകത്തെ എഴുത്തിതാണ്: ഫോളോ ദ ഓൾഡ് റിലിജിയൻ ഓഫ് സ്ലോട്ടർ ആൻഡ് സാക്രിഫൈസസ്. വി വുഡ് ലൈക്ക് യു ടു അക്സെപ്റ്റ് ദിസ് ആസ് ദ ന്യൂ വേൾഡ് റിലിജിയൻ. ന്യൂ വേൾഡ് റിലിജിയൻ്റെ ഭാഗമായി നിങ്ങൾ ആ പഴയ മതത്തിലേക്ക് മടങ്ങി വരിക. യാഗങ്ങൾ നിലവിലുള്ള, കേരളത്തോടൊന്നും പറയണ്ടല്ലോ, നരബലി ഇവിടെ ഉണ്ടല്ലോ. പഴയ യാഗങ്ങൾ നിലവിലുള്ള, വെട്ടിക്കശാപ്പ് ചെയ്യുന്ന കൊലകൾ നിലവിലുള്ള ആ മതസംഹാരത്തിലേക്ക് സംവിധാനത്തിലേക്ക് മടങ്ങി വരിക എന്ന് വിളിക്കുന്ന ഒരു ക്ഷണമായിട്ട്, ഒരു ക്ഷണക്കത്തായിട്ടാണ് ഇത് അവസാനം പ്രത്യക്ഷപ്പെട്ടത്. പൈശാചിക മാർക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ ഡീമോണിക് മാർക്കിംഗ്. ചില മിനിറ്റുകൾ കൊണ്ട് നിർത്താം, മുന്നോട്ട് പോകാം. ദൈവത്തിന് ഇന്നും പറയാനുള്ളത് നോ, ഞാൻ വിട്ടുതരത്തില്ല. പിശാച് പിടിച്ചു എന്ന് തീർത്തു പറയുമ്പോൾ ദൈവത്തിന് പറയാനുള്ള ഞാൻ വിടത്തില്ല. ഇതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ ഒരു റിവൈവൽ ഉണ്ടാക്കും. സാത്താനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കൊണ്ടുപോകും. കർത്താവ് പറഞ്ഞ് തരത്തില്ല. ഇനിയും ചില ഒക്കൾട്ടിക് സൈറ്റനിക് സൈനുകൾ നിങ്ങളുടെ മുമ്പിലോട്ട് നേരത്തെ കാണിക്കാൻ പോവാം. ഇതിലാരൊക്കെ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അവരവർ തീരുമാനിച്ചോണം. 10-100 ചില്ലോന് എണ്ണമുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ ഓടാനേ ഒക്കത്തില്ല, എനിക്ക് ഇതുപോലെ കാണിക്കാനൊക്കത്തില്ല. ആദ്യമായി കാണുന്ന ഇത് സാത്താനെ ആരാധിക്കുന്ന ആളുകൾ അവൻ്റെ ബൈബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന, സൈറ്റനിക് ബൈബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന മാർക്കാണ്. ഇതിൻ്റെ റെസിപ്പോക്കലാണ് മുമ്പേ നമ്മൾ കണ്ടത്. ഇത് കണ്ടു, എനിക്കിതിനെ പറഞ്ഞു വിടാനേ ഒക്കത്തുള്ളൂ. ഇതെന്താ മാറാത്തെ? വല്ലോ എനിക്ക് കൊടുക്കാനുണ്ടോ? ഓക്കെ ക്ഷമിക്കണം. തെണ്ടി കാണുന്നതൊരു വെബ്സൈറ്റാണ്. ഈ കമ്പ്യൂട്ടറിൽ ഇത് കിടപ്പുണ്ട്. ഞാനിവിടുന്ന് പോയ ശേഷം കർത്താവിൻ്റെ ദാസനോ അദ്ദേഹം അനുവദിക്കുന്നവരോ ഈ വെബ്സൈറ്റിലൊന്ന് കയറിയാൽ ഞാൻ ഈ പറയുന്ന മൊത്തം ഇൻഫർമേഷൻസ് ഇറങ്ങി വരും. ഈ വെബ്സൈറ്റിലൊന്ന് കയറിയാൽ ഞാൻ പറയുന്ന മൊത്തം ഇൻഫർമേഷൻസ് ഇറങ്ങി വരും. ആ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഒക്കൾട്ടിക് സയൻസ് എന്തൊക്കെയാണ്, പൈശാചിക ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്. ഇത് പൈശാചിക ചിഹ്നങ്ങളാണ്. ഒരു 3 എണ്ണം. അങ്ങ് പോകുക ഞാൻ വേഗം. എല്ലാവരുടെയും മോതിരങ്ങളൊന്ന് ചെക്ക് ചെയ്തോണം, ഉള്ളവർ. ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ. ലോക്കറ്റുകൾ ഒന്ന് ചെക്ക് ചെയ്തോണം, ഇതിലേതൊക്കെ ഉണ്ടെന്ന്. അവിടുന്ന് നോക്കി തരാമോ? എന്തോ ഇത് എന്നൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിക്കോണം. ഇത് മുഴുവനും നിറമുള്ള കല്ലുകളിൽ വെച്ച് പിടിപ്പിച്ചതാണ്. നിറമുള്ള കല്ലുകൾ ഇവിടെ കൊണ്ടുവരുന്നത് പൈശാചിക ശക്തികളാണ്. ഒക്കൾട്ടിക് സയൻസ്. തികഞ്ഞു കാണും ആളുകൾക്ക്. തെണ്ടിയതൊന്ന് കണ്ടോണം. ഇത് ഞാനൊരിക്കൽ എറണാകുളത്തൂടെ പോകുന്ന സമയത്ത് എറണാകുളത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചെവിയിൽ കിഴുത്തയിട്ടിരിക്കുന്നത് കറക്റ്റ് ശാസ്ത്രം അറിയാൻ വയ്യാത്തവരാണ് കിഴിച്ചതെങ്കിൽ അത് പറിച്ചെടുത്ത് കറക്റ്റ് ശാസ്ത്രം അനുസരിച്ച് കിഴിച്ചു തരാം. ചാർജ് 500 രൂപ. ഇത് കണ്ടപ്പോഴാണ് ഇതെന്തൊരു പരിപാടിയാണ്, ശാസ്ത്രം അനുസരിച്ചാണോ കിഴിക്കുന്നത്?
തപ്പിച്ചെന്നപ്പോഴാണ് ഈ സൈറ്റ് എനിക്ക് കിട്ടുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്തുവാ ഇത്? സബ്ടൈറ്റിൽ ബെനിഫിറ്റ് ഓഫ് വിയറിങ് എ ഗോൾഡ് റിംഗ് ഓൺ ദ റിംഗ് ഫിംഗർ. ഒരു മോതിരം ധരിക്കുന്ന ഒരു വിരലിൽ ഒരു മോതിരം ധരിച്ചാൽ എത്ര ദേവ ചൈതന്യങ്ങൾ അതോടുകൂടെ പ്രവർത്തിക്കും. ഹിന്ദുമതം തരുന്ന റിപ്പോർട്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചുമ്മാതാ ഇതൊക്കെ ആരെങ്കിലും ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന്? ചുമ്മാ ആരും ഒന്നും ചെയ്യത്തില്ല. നമുക്കറിഞ്ഞുകൂടെ എന്തിനാണെന്ന്, പക്ഷേ തന്ന പാർട്ടിക്കറിയാം ഇത് എന്തിനാണ് തന്നിരിക്കുന്നതെന്ന്. ഒരു മോതിരം ധരിക്കുന്നത് കൊണ്ട് വരുന്ന ദേവ ചൈതന്യങ്ങളെയാണ് ഇത് വിശദീകരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ഇയർ റിങ്ങിൻ്റെ കാര്യമാണ്. ഒരു കാതിപ്പൂ പോയല്ലോ, സോറി, ചുരുടെ മേളിൽ പോകണം. ദേവ എൻ്റെ ഇത് വർക്ക് ചെയ്യേണ്ടതാണ്, എന്തുകൊണ്ടോ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഗോൾഡൻ റിംഗ്. അടുത്തത് പണ്ഡിത് ഒരു ഇയർ റിംഗ് ഇട്ടാൽ ചുമ്മാ ആരും ഇടത്തില്ല. എത്ര ദേവചൈതന്യങ്ങൾ ഇതിൽ പ്രവർത്തിക്കും. എത്ര കാരറ്റുള്ള സ്വർണത്തിൽ ഏതെല്ലാം ചൈതന്യങ്ങൾ ഉണ്ടായിരിക്കും. ഹിന്ദുമതം തരുന്ന വിശദീകരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ വെബ്സൈറ്റിൽ പോയി ഇതെല്ലാം കിട്ടും. നിങ്ങൾക്കെടുത്ത് കാണാവുന്നതേ ഉള്ളൂ, പഠിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യനെയും മൃഗങ്ങളെയും ഭൂമിയെയും പിശാച് സീൽ ചെയ്തു. പരിശുദ്ധാത്മാവ് നമ്മെ സീൽ ചെയ്തത് ആത്മാവിൻ്റെ തീയ. അതിൻ്റെ എക്സ്റ്റേണൽ എവിഡൻസസ് ആത്മീക കൃപാവരങ്ങളും ഫലങ്ങളുമാണ്. ഈ രാത്രിയിൽ പെന്തിക്കോസിൽ മടങ്ങി വരുവാൻ ഞാൻ ആത്മാക്കളോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരോട് അപേക്ഷിക്കുകയാണ്. കയ്യിൽ വെക്കുന്ന ലവ് ബാൻഡ്, ഒരു ലവ് ബാൻഡ് കെട്ടിയാൽ എന്തെല്ലാം സംഭവിക്കും. അതുകൊണ്ട് എത്ര ദേവചൈതന്യങ്ങൾ ഉണ്ടാകും. ഇത് സാത്താനെ ആരാധിക്കുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന കറുത്ത നിറമുള്ള കട്ടയുള്ള മോതിരം. അതിൽ സാത്താൻ എങ്ങനെ പ്രീതിപ്പെടും? ഇനിയും ഗേ സെക്സ് മാരേജ്, സെയിം സെക്സ് മാരേജ്, പുരുഷനെയും സ്ത്രീയെയും വിവാഹം കഴിക്കുന്ന സമ്പ്രദായം. ഇതെല്ലാം ഗൗരവമായി വരാൻ തുടങ്ങിയത് ഈ അന്ത്യകാലത്താണ്. ആരംഭകാലത്ത് ആഭരണങ്ങൾ വരെ ഉണ്ടായിരുന്നെങ്കിലും ഈ ക്രോപ്പ് സർക്കിളിലേക്കും അതിനോടടുത്ത ലെവലിലേക്കും മാറുന്നത് അന്ത്യകാലത്താണ്. അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് ഗേ ആൻഡ് സെക്സ് മാരേജ്. ഇറ്റ് ഹാഡ് ബീൻ എ ക്രൈം. പണ്ടൊരു കാലത്ത് അത് കുറ്റമായിരുന്നു, ശിക്ഷാർഹമായിരുന്നു. എന്നാൽ ഇന്ന് ഗവൺമെൻറ് അത് ലീഗലൈസ് ചെയ്തു. ആകാം എന്ന് ലീഗലൈസ് ചെയ്തു. ഇന്നും ദൈവത്തിന് വാദിക്കാനുണ്ട്. എനിക്കൊരു ശേഷിപ്പുണ്ട്, ഞാൻ ഈ ഭൂമിയെ തിരിച്ചു പിടിക്കും. സാത്താൻ വാദിക്കുന്നു, ഇല്ല, മിക്കവാറും എൻ്റേതായി. കർത്താവ് പറഞ്ഞു, നോ, എനിക്കൊരു ശേഷിപ്പുണ്ട്, ഞാൻ എൻ്റെ ശേഷിപ്പിനെ തിരിച്ചു പിടിക്കും. സാത്താനും ദൈവവും തമ്മിൽ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുക. അബ്രഹാമിൻ്റെ സന്തതിയോട് പറഞ്ഞ ആ വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരാം. മോനെ അബ്രഹാമേ, യോഗ്യമായി ജീവിക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കാം. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ പാലിക്ക്. ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തേണ്ടേ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സകല മഹത്വവും നിറഞ്ഞവനായ, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വെളിപ്പെട്ടവനായ യേശുവിൻ്റെ ജനനത്തിങ്കൽ എന്തെല്ലാം അലങ്കാരങ്ങളുണ്ടായിരുന്നു. അതാണ് ദൈവിക അലങ്കാരങ്ങൾ. എനിക്കൊന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നോട് ആർക്കും വിരോധം തോന്നരുത്. നിങ്ങൾ ആരെന്തോ ഉപയോഗിച്ചാലും എനിക്കൊന്നുമില്ല. നരകത്തിൽ പോകുന്നത് നിങ്ങളാ, ഞാനല്ല. നമുക്കൊന്ന് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവെ ഒന്ന് ഇളകി ചിന്തിക്കുവാൻ കർത്താവ് എനിക്കൊരു കൃപ തരണം. എൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. കർത്താവ് എനിക്ക് എന്ത് വെളിപ്പെടുത്തിയാലും ഞാൻ അനുസരിച്ചോളാം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ലോകത്തിൻ്റെ 5 വൻകരകളിലും പോകുവാനും കർത്താവിനെ ഏൽപ്പിച്ച ആലോചനകൾ പറയുവാനും കർത്താവിനെക്കിടയാക്കി. വിവരം കെട്ട ഒരുപാട് മലയാളികളെതിരെ ഭയകാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതുകൊണ്ടൊന്നും സത്യമല്ലാതെ വരുന്നില്ല. ഇന്നും അനുസരിക്കുന്നവർ ഡസൻ കണക്കിന് മുന്നോട്ട് വരുന്നു. പരിഹസിക്കുന്നവർ അവരും പോകുന്നു. ദൈവവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ഭൂമിയിൽ ആരംഭിച്ച സകല സമയത്തും പരിശോധനകൾ ഉണ്ടായിരുന്നു, പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു. 1-ാമത്തെ ദിവസം അപ്പോസ്തലന്മാർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി.
അന്ന് തന്നെ പരിഹാസികൾ പരിഹസിച്ചു തുടങ്ങി. യേശു ഒരിക്കൽ ദേവാലയത്തിൽ വന്ന് എന്നെ പിതാവ് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അന്ന് തന്നെ ജനം രണ്ടായി പിരിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞ് ഇവൻ്റെ ലാവണ്യ വാക്കുകൾ നല്ലതാണ്, വേറൊരു കൂട്ടം ആളുകൾ പറഞ്ഞ് തള്ളടാ അവനെ, പള്ളിയിൽ നിന്ന് പട്ടണം പണിതിരിക്കുന്ന കുന്നിൻ്റെ വിറമ്പിൽ കൊണ്ട് തലകീഴായി തള്ളിയിട്ട് കൊല്ലടാ അവനെ ഈ പട്ടണത്തിൽ വേണ്ട. ജനത്തെ രണ്ടായി തിരിക്കുന്നതായിരിക്കും പലപ്പോഴും അഭിഷേകത്തിൻ്റെ പ്രസ്താവനകൾ, ദൈവകൃപയുടെ പ്രസ്താവനകൾ. ഇന്ന് പകൽ ദൈവത്തിനുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 2-3 ഇതും കൂടെ മുന്നോട്ട് പോയേക്കാം. ഞാൻ കുഞ്ഞിനെ ഒന്നുകൂടെ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ എല്ലാവരും കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളവരാണ്. നീണ്ട വർഷങ്ങളായി മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് എക്സ്ട്രാ അലങ്കാരം. ഞാൻ ആ ഒരു കഥയും കൂടെ പറഞ്ഞോട്ടെ. ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരിക്കൽ ഒരു കുഞ്ഞിൻ്റെ മരണത്തോടടുത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പാസ്റ്ററുടെ കുഞ്ഞാ. ഇന്ന് അദ്ദേഹം പാസ്റ്റർ, അന്ന് അദ്ദേഹം ഒരു CSI കാരനാണ്. ഇപ്പോൾ എൻ്റെ ഭാര്യ ആ പാസ്റ്ററുടെ ഒരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വൈകിട്ട് അണിഞ്ഞോട്ട് പോരുന്നതിനും എന്നെ വിളിച്ചു പറഞ്ഞാൽ കൺവെൻഷന് പോവാം. അന്ന് അദ്ദേഹം ഒരു CSI കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് മരണകരമായ രോഗം വന്നു, മരിക്കാൻ തുടങ്ങുക. ഒന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കൃപയാൽ ഞാൻ പോയി പ്രാർത്ഥിച്ചു. ഒരു ദുർഭൂതം വെളിപ്പെട്ടു. അവിടെ ജോലി ചെയ്തിരുന്ന ജോലിക്കാരിയിലാണ് ദുർഭൂതം വെളിപ്പെടുന്നത്. കന്നഡ ഭാഷ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി അവൾ തനി മലയാളത്തിൽ എന്നോട് സംസാരിച്ചു. ഞാൻ ഈ കുട്ടിയെ കൊണ്ടേ പോകത്തുള്ളൂ, കാര്യം എനിക്ക് കന്നഡ ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ഈ കുട്ടിയെ കൊണ്ടേ പോകത്തുള്ളൂ, ഞാനിവളെ കൊല്ലും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കെന്താ റൈറ്റ്? അതോ 3000 രൂപയുടെ ചോരയും പൂജയും തന്ന് 2 ജീവൻ കൊണ്ടിയല്ല എന്നെ അയച്ചതാ. ഒരു ജീവൻ ഞാൻ 2 വർഷത്തിന് മുമ്പേ എടുത്തു. ഇതിൻ്റെ മൂത്ത ഒരു കൊച്ചുണ്ടായിരുന്നു, അതിനെ കൊന്ന ചരിത്രമാണ്. ഇതേ രോഗത്താലാണ് ആ കുട്ടി മരിച്ചത്. ഈ ഡിസംബർ 16-ാം തീയതി ഈ കുട്ടിയെയും കൊല്ലും. 14-ാം തീയതിയായി പറയുന്നേ. ഈ 16-ന് ഞാൻ ഈ കുട്ടിയെയും കൊല്ലും. ഞാൻ തുടർന്ന് ചോദിച്ചു, നിനക്കിവിടെ ഇരിക്കാൻ എന്താ റൈറ്റ്? എടുത്ത വായിലേ പറഞ്ഞത്. ആണ്ട് അമ്മയുടെ തലയിലിരിക്കുന്നത് നോക്കാൻ പറഞ്ഞു. ഈ മരിക്കാൻ തുടങ്ങുന്ന കുട്ടിയുടെ അമ്മയുടെ തലയിൽ, അവർ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടവരായതുകൊണ്ട് കുറച്ച് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ വകയാണ്. ആ തള്ള അതെടുത്ത് ഒരേറെറിഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ വെച്ചാൽ നിനക്ക് ഈ മുല്ലപ്പൂവിനോട് എന്നാ ബന്ധം? എടുത്ത വായിലേ പറയുന്നത് കേൾക്കണോ? ഞാൻ കരിങ്കാളിയാണ്. കരിങ്കാളി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കുറവുള്ള പുള്ളിയാണ്. കാളികൾ 3-4 ഉണ്ട്. ഭദ്രകാളി, ബ്രഹ്മകാളി, കരിങ്കാളി, രക്തകാളി, 4 ഉണ്ട്. ഞാനൊരു കരിങ്കാളിയാണ്. ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിഫിക്കേഷൻ, കൃത്രിമ സൗന്ദര്യ വർധനവിനുള്ള വ്യഗ്രത മനുഷ്യനില്ല. അതെൻ്റെ വകയാണ്. നിങ്ങൾക്ക് പിടികിട്ടുന്നു? പുഷ്പിക്കുവാനുള്ള വ്യഗ്രത മനുഷ്യനില്ല, അത് സസ്യങ്ങൾക്കാണ്. ഇത് ഞാൻ കൊടുത്തതാ. ഇങ്ങനെയുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നതോടെ ദൈവമേ, ഇതിൻ്റെ ഗൗരവം എന്തുവാ? എന്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഇതിനോട് വ്യഗ്രത, വേറൊരു കൂട്ടം ആളുകൾക്ക് വ്യഗ്രത ഇല്ല? ഇവരുടെ ജീവിതം തമ്മിലുള്ള വ്യത്യാസം എന്ത്? അന്ന് രാത്രിയിൽ കൃപയാൽ ഒന്ന് ശാസിച്ചു, പറഞ്ഞു വിടാൻ ഞങ്ങളെ കൊണ്ട് ഒത്തില്ല. ഞാൻ പറഞ്ഞിട്ടത് പോയില്ല. ഞാൻ പെട്ടെന്ന് മേരി കോവൂരിനെ വിളിച്ചു. കൊച്ചമ്മ, ഇത് കൊച്ചിനെ കൊല്ലുന്ന ലക്ഷണമാണെന്ന് പറഞ്ഞ് എളുപ്പം ഒരു വണ്ടിയിലാക്കി ഇഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു വണ്ടിയിലാക്കി ആ വേലക്കാരത്തി സ്ത്രീയെ കോവൂരേക്ക് പറഞ്ഞയക്കുകയും കോവൂര് വന്ന് 1 മണിക്കൂറിനകം സത്യം ചെയ്ത് വിട്ടുപോകുകയും കുഞ്ഞ് ബാംഗ്ലൂരിൽ സൗഖ്യമാകുകയും ചെയ്തു. 1, 2, 3, 4 ചരിത്രമല്ല. എനിക്ക് ചരിത്രങ്ങളുടെ അകത്തോട്ട് കയറിയാൽ പറയാനും വേണ്ടി ഉണ്ട്. മനുഷ്യനില്ലാത്ത, മനുഷ്യനിൽ അങ്കുരിക്കുവാൻ സാധ്യതയില്ലാത്ത കുറേ വ്യഗ്രതകൾ എവിടുന്ന് വന്നു? ഇതിൻ്റെ പുറകിലത്തെ ചരിത്രം എന്ത്? ഇതുകൊണ്ടാണ് എറണാകുളത്ത് പരസ്യമായി എഴുതി വെച്ചത്, കിഴിച്ചത് ശാസ്ത്രപ്രകാരമല്ലെങ്കിൽ ശാസ്ത്രപ്രകാരം കിഴിച്ചു തരാം, 500 രൂപ കൊടുത്താൽ മതി. അതിനൊരു ശാസ്ത്രമുണ്ട്. യേശുവിൻ്റെ സ്നാനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നത് നമ്മൾ കണ്ടതാണ്. താൻ യാഗം കഴിച്ചു, അബ്രഹാമിനോടുള്ള നിയമം പാലിക്കാൻ ആവശ്യപ്പെട്ടു. എനിക്കൊന്ന് ഇത് തന്നെ ആവർത്തിക്കുക. ഈ പെന്തക്കോസ്തിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെയും മേൽ ഇറങ്ങി വന്നു. പിശാച് ഒരു വശത്ത് അവൻ്റെ സീൽ ദേശങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും ഇടുമ്പോൾ, മറുവശത്ത് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ തീയ് നമ്മുടെ മേൽ അയക്കുന്നു. പക്ഷേ ഞാൻ പ്രാപിച്ചത് ആത്മാവാണോ? അതും കൂടെ ശോധന ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞില്ല, മുമ്പേ ഞാൻ 2-3 പുള്ളികളെ കാണിച്ചല്ലോ. അവരെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾക്കാർക്കെല്ലാം തെറ്റിദ്ധാരണയുണ്ടോ? എനിക്കില്ല. അതൊക്കുന്ന കാര്യമല്ല. രാത്രി മുഴുവനും വേശ്യാലയത്തിൽ കഴിച്ചേച്ച് രാവിലെ എഴുന്നേറ്റ് രോഗശാന്തിക്ക് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാ? ഇത്രയും ഒത്തിരി ഉണ്ട് ഭൂമിയിൽ. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് കളങ്കമില്ലാത്തതാ. പരിശുദ്ധാത്മാവിന് കളങ്കമില്ല.
മനുഷ്യൻ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇന്ന് പകൽ താല്പര്യപ്പെടുന്നവർ ദൈവസന്നിധിയിലൊരു തീരുമാനമെടുക്കുക. കർത്താവേ, എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവികമായി വളരണം. ആ തീരുമാനത്തിൽ കർത്താവ് നമ്മെ നടത്തട്ടെ. ആത്മാവിൻ്റെ തീയുമായി നമുക്ക് മടങ്ങിപ്പോകാം. ഞാൻ ഇത്രയും നേരം വിശദീകരിച്ച കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്നോട് വിരോധമുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമ ചോദിക്കുക. ഒരു വ്യക്തിയെ മുറിപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്. നിങ്ങൾ മുറിപ്പെട്ടിട്ട് എനിക്ക് എന്ത് ഗുണം? ഇല്ല പാസ്റ്റർ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. ഇങ്ങോട്ട് വരാൻ ഞാൻ നിങ്ങളുടെ കാലെ തൊട്ട് ക്ഷമ ചോദിക്കാം, റെഡിയാണ്. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. മറുവശം, ഞാൻ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ന്യായവിധി ദിവസത്തിൽ ദൈവം മുമ്പിൽ കണക്ക് കൊടുക്കണം. ഞാൻ വേറെ ഇന്നരെ കാണുന്ന അവരൊക്കെ വലിയത് ചെയ്തു, എന്നാ വലിയതായി ചെയ്തെങ്കിൽ ഇന്ത്യ പണ്ട് എന്താ മാനസാന്തരപ്പെടാത്തത്? എന്തോ വലിയതായി ചെയ്തത്. ഞാൻ ഇന്ന് പകലത്തെ സെക്ഷനിലൊന്ന് പറഞ്ഞു. ബെന്നിഹിൻ ഒരു വർഷം മുടക്കുന്ന പണം എടുത്താൽ ലോകത്തിൻ്റെ 1/3 തൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടേണ്ടത്. എന്നെ ചെയ്തു? ഭൂമിയുടെ 1% കർത്താവിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞിട്ടില്ല. 1%. ഇന്ത്യയിൽ ഭയങ്കര വലിപ്പത്തിൽ ഉയർന്നു വന്ന അനേക സുവിശേഷകന്മാരുണ്ട്. വലിയ കാര്യം ചെയ്തെന്നവരെന്ന് എന്നെ എടുത്തു. ഇന്ത്യയുടെ 1% ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്തുവായി ചെയ്തത്? പണ്ട് CSI പോയവൻ ഇപ്പം വേർപാടി പോവും, പണ്ട് വേർപാടി പോയവൻ ഇപ്പം മർദ്ദമായി പോവും. ഇവരെല്ലാം കൂടി ഒരുമിച്ചൊന്ന് കൂടുമ്പോൾ ഒത്തിരി ആളും കാണും. ഇതാ ചെയ്തത്. വേറൊന്നും ആരും ചെയ്തതായിട്ട് അറിവില്ല. നമുക്ക് ദൈവസന്നിധിയിലൊന്ന് തീരുമാനിക്കാം. കർത്താവേ, ഈ അന്തിമ തലമുറയിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അടിയനെ നിർത്തണേ. ഈ അന്തിമ തലമുറയിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്നെ നിർത്തണമേ. നമുക്കിന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവും ദൈവവുമേ, ഞാൻ ഞങ്ങളുടെ ജനത്തെ തൃക്കരങ്ങളിൽ തരുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ലീഡർഷിപ്പിൽ വരുന്നവർക്ക് പ്രയോജനമാകുമാർ. ഞങ്ങൾ സാധാരണക്കാരല്ല, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാകയാൽ മാതൃകാപരമായൊരു ജീവിതത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഒരുക്കുവാൻ, തിരുവചനത്തിൻ്റെ അനുപാതികയിൽ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.